നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. നിങ്ങൾക്കിപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയില്ലേ? അമേരിക്ക ഭാര്യമാർ എങ്ങനെ അമേരിക്ക ആയെന്ന്? എന്താ വെച്ച് കഴിഞ്ഞാലേ, രാഹുൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു വന്നേക്കണ ആള് പോലീസുകാരനാണ്. പോലീസുകാർക്ക് പ്ലസ്സുകാരെ മെയിനായിട്ട് വേണ്ട ക്വാളിറ്റി എന്താ? കേരളക്കാരി അറിയോ? ബാലസമാജം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കയ്യിരിപ്പ് നന്നാവണം, അതാണോ? പോലീസുകാർക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ക്വാളിറ്റി വേണ്ടത് സത്യസന്ധതയാണ്, വേണ്ടേ? അപ്പൊ ഏറ്റവും സത്യസന്ധമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഈ രാവിലെ പുട്ടിനിടയിൽ പീരൊക്കെ നടക്കിടയ്ക്ക് രണ്ടു മൂന്നാണ് പറയും വന്നേക്കുന്നത് പോലീസുകാരനാണ്. പഠിച്ചതൊക്കെ മറന്നു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഗുരുദേവന്റെ മുഖം കണ്ടത്. എന്താ? ഓ, താങ്ക് യു. ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിക്കാതിരിക്കണുള്ളൂ, ഫസ്റ്റ് ഞാൻ കുടിക്കാം. അപ്പോഴാണ് ഗുരുദേവന്റെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കാൻ പറ്റിയത്. അപ്പോൾ മറ്റൊരു മഹാന്റെ വചനം എനിക്ക് ഓർമ്മ വന്നു. 300 വർഷങ്ങൾക്ക് മുൻപ് ഷിക്കാഗോയിൽ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്, ഐതിഹാസികമായിട്ടുള്ള പ്രസംഗം ആരംഭിച്ചത് അദ്ദേഹം ഈ ഒരു ശൈലിയിലാണ്: അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. അങ്ങനത്തെ ഒരു ശൈലി ആരും മുൻപ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹിറ്റായി, ഇപ്പോൾ ആടുജീവിതം ഹിറ്റായ പോലെ. അപ്പോൾ ആ ശൈലി കടമെടുത്തുകൊണ്ട് ഏറ്റവും സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, SNBSലെ ഏറ്റവും സുന്ദരന്മാരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ആൾക്കറിയാം, ആൾക്ക് ഭംഗിയുണ്ടെന്ന്. ആ വെള്ള ഡ്രസ് ഇട്ട് ചേച്ചി, താൻ പറയുന്നു വേണ്ട, എനിക്കറിയാം എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന്. അപ്പം ഞാൻ ഈ വെള്ള ഡ്രസ്സ് ഉദ്ദേശിച്ചത് ആ വെള്ള ഡ്രസ്സല്ല. ഞാൻ വിചാരിച്ചേ, അങ്ങനെ സത്യസന്ധമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നന്നായി കൈയടിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പരിപാടി നടക്കണമെന്ന് 4 ആൾ അറിയണ്ടേ? നോക്കട്ടെ. SNBSലെ ഏറ്റവും സുന്ദരന്മാരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. അപ്പം എന്നോട് രാഹുൽ പറഞ്ഞത്, സാറേ നമ്മൾ കറക്റ്റ് 10:45 സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ വേഗം എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇയാളിനി വരില്ല എന്ന് വിചാരിച്ചിട്ട് 10 മണിയായപ്പോൾ രാഹുൽ എന്നെ വിളിച്ചു, സാറേ ഇന്നതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 10 മണിക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ ഒരു ആശുപത്രി കേസ് ഉണ്ടായതുകൊണ്ട് എൻ്റെ വണ്ടി അയൽപ്പക്കത്തെ ചേട്ടന് കൊടുത്തു. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ ഞാൻ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച വന്നപ്പോൾ ഒരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലൊരു 5 മിനിറ്റ് മുമ്പെങ്കിലും എത്തുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഞാൻ ഗതാഗതം അനുവദിക്കുന്ന സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു. നടത്തറ സെൻറ്റർ എത്തി. എൻ്റെ വീട് കുട്ടനല്ലൂരാണ്. നടത്തറ സെൻറ്റർ എത്തി. നടത്തറ ഇപ്പോൾ പച്ച ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു. പച്ച ലൈറ്റ് കണ്ടാൽ നമുക്ക് എടുക്കണ്ടേ? എടുത്തൂടെ? ആ, എടുത്തു. പക്ഷെ അപ്പോഴാണ് ഏതാണ്ട് നിങ്ങളുടെയൊക്കെ പ്രായമുള്ളൊരു പെൺകുട്ടി, 16, 17, 18 വയസ്സ് ആവുന്ന, സാറ് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, 16, 17, 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ചെവിയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഹായിടാ ഹലോടാ എന്ന് പറഞ്ഞിങ്ങനെ പോവാ. അപ്പം ഞാനിവിടെ സമയം കൈപ്പിടിച്ചിട്ട് വാണിയമ്പാറയ്ക്ക് എത്തണ കാര്യം ആ കുട്ടിക്ക് അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു ലോറി വരുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ സ്പീഡിൽ മാത്രമേ വിശ്വാസമുള്ളൂ, ബ്രേക്കിൽ വിശ്വാസമില്ല. അയാളങ്ങനെ കത്തിച്ച് വരിക. അപ്പം ഞാൻ ഈശ്വര ഇടിച്ചു. അയാൾക്ക് ഈ കുട്ടി ഇങ്ങനത്തെ കുറേ ആൾക്കാരെ മറ്റേ കിലുക്കത്തിൽ ഇന്നസെൻ്റ് പറയില്ല കണ്ടിട്ടുണ്ട് എന്ന് പറയണ മാതിരി ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടുള്ളതുകൊണ്ട് അയാൾ അവിടെ എത്തി ഹോൺ അടിച്ചു. അപ്പോഴും കുട്ടി ശ്രദ്ധിക്കുന്നത് വെട്ടിച്ചെടുത്തോണ്ട് പോയി. അപ്പം ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു. തൊട്ടടുത്ത് ഇങ്ങനെ മുട്ടിയില്ല എന്നുള്ള നിലക്കെത്തി. അപ്പോൾ ദൈവം സഹായിച്ചു ഒന്നും ബ്രേക്ക് ചെയ്യാനുള്ള ചിന്ത വന്നു. എൻ്റെ ഈ ബൈക്ക് അനുസരിച്ചു, നിങ്ങളുടെ പ്രായം എൻ്റെ ബൈക്കിന് 17 വയസ്സായിട്ടുണ്ട്. ബ്രേക്ക് അനുസരിച്ചു, തൊട്ടില്ല എന്നുള്ള രീതിയിൽ വണ്ടി നിന്നു. ഏതായാലും ക്ലാസ് എടുക്കാൻ പോവാം, ഉപദേശം നടു റോട്ടിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഹെൽമെറ്റൊക്കെ ഊരി തൊണ്ട ശരിയാക്കി ഒരു പക്വതയൊക്കെ വരുന്നത്, കാരണം ഈ ഫേസ് ആണല്ലോ, പക്വത ഇല്ലല്ലോ. അപ്പം മോളെ എന്ന് വിളിക്കാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് കുട്ടിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായിട്ട് ചുറ്റും നോക്കി. അപ്പം അപ്പുറത്തുള്ള യൂണിയൻകാർ ഇങ്ങനെ കൈയായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്, ഓട്ടോറിക്ഷക്കാർ നോക്കി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായി. കുട്ടി ഫോൺ എടുത്തിട്ട് എവിടേക്ക് നോക്കിയിട്ട് ചേട്ടാ വണ്ടി ഓടിക്കണം എന്നോട്. അപ്പോൾ അതാണ് ഒറ്റച്ചെവി പൊത്തി നടക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം. കാരണം ഞാനായി നിരപരാധി. നമ്മുടെ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയോ മറ്റുള്ളവരുടെ ജീവൻ അപകടപ്പെടുത്തിയോ അലക്ഷ്യമായിട്ട് റോഡ് മുറിച്ച് കിടക്കുന്നത്, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊക്കെ അലക്ഷ്യമായിട്ട് റോഡ് മുറിച്ച് കിടക്കണമെന്നൊക്കെ തെറ്റായ കാര്യമാണ്, കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ഒരേ സമയം നമ്മുടെയും അവരവരുടെയും മാത്രമല്ല നമ്മുടെ മറ്റുള്ളവരുടെയും ജീവൻ നമ്മൾ അപകടപ്പെടുത്തും. ഞാൻ നേരത്തെ സമ്മാനത്തിന് മുമ്പ് എന്നോട് രാവിലെ ആദ്യത്തെ വെടി പൊട്ടിച്ചു. സാറ് 2 വാക്ക് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കണ പരിപാടിയുള്ളൂ എന്ന് പറഞ്ഞു.
2 വാക്ക് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വലിയ കൂട്ടുകുടുംബത്തിൽ വന്ന പ്രതീതിയാണ്. അതുകൊണ്ടാണ് തൊണ്ടത്തിരി പോയാലും മൈക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചത്. കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ പറയുമ്പോൾ മൈക്ക് ഉപയോഗിക്കാറുണ്ടോ? രാവിലെ പറയാറ് അച്ഛാ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, ഹലോ ടെസ്റ്റിംഗ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ മൈക്ക് വേണ്ടല്ലോ, ബാക്കിലേക്ക് കേട്ടൂടെ? അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ 2 വശങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ നിങ്ങളുടെ എല്ലാമായിട്ടുള്ള രാഹുൽ 1-2 വാക്കുകൾ പറഞ്ഞു. മുൻപ് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ അതേ പാരൻസ് തന്നെ ആ മൊബൈലൊന്നും എടുക്കുമോ പഠിക്കുമോ എന്ന് ചോദിക്കേണ്ട ഒരു കാലഘട്ടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, 2 കൊല്ലം മുമ്പ്. അപ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ച് എന്താ ലഹരി നമുക്ക് പൊട്ടയാണെന്ന് നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിയെ ഫോളോ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ നിലവിൽ പുതിയ കാലത്തുള്ള ഒരു ലഹരിയാണ് മൊബൈൽ ഫോൺ ലഹരി. ഞാൻ ഒരു കഥ പറയട്ടെ. ക്ലാസ് എന്തായാലും എടുക്കണില്ല, നല്ല ഉഷ്ണമുണ്ട്, നല്ല ചൂടുണ്ട്. അതിൻ്റെ ഇടയിൽ ക്ലാസ് കൂടി ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷ്ണിക്കും. ഞാനിപ്പോൾ കേരള പോലീസ് അക്കാഡമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ തൃശ്ശൂർ പല യൂണിറ്റുകൾ വർക്ക് ചെയ്തിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ച് കാലം. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഇതുപോലെ ഒരു 11:30 നേരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു. അപ്പോൾ ആ പോലീസുകാരൻ ഫോൺ വന്നു. സാറേ ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ജനമൈത്രി പരിപാടികളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പോലീസിനെ വളരെയധികം സഹായിക്കുന്ന നല്ല വ്യക്തിയാണ് ആൾ. അപ്പോൾ എന്താ ചേട്ടാന്ന് ചോദിച്ചു. സാർ എൻ്റെ കടയുടെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരത്ര സ്ത്രീ വിരോധികളല്ല. പോലീസുകാരൻ ചോദിച്ചു അതെന്താ നിങ്ങളുടെ കടയുടെ മുന്നിൽ ഒരു പെൺകുട്ടിക്ക് നിന്നാൽ ചോദിച്ചു. അതല്ല സാറേ, അവളൊക്കെ അധികം പ്രായമൊന്നും ആയിട്ടില്ല, അവൾ എൻ്റെ കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതെന്താ പ്രായമാവാത്ത ഒരു കുട്ടിക്ക് നിങ്ങളുടെ കടയുടെ മുന്നിൽ നിന്നോടെ അല്ലേ? അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ പോലീസുകാരൻ ദേഷ്യം വന്നു. അപ്പോൾ അവൾ പറഞ്ഞു അതല്ല സാറേ, ഞാൻ ഒന്ന് പറഞ്ഞ കേൾക്കുന്നു പറഞ്ഞു. അത് ശരി പറയൂ. സാറേ രാവിലെ ഒരു 7:30ക്കാണ് ഞാൻ എൻ്റെ കട തുറക്കുന്നത്. ഇപ്പോൾ സാറൊന്ന് ബാക്കി എല്ലാവരും 8 മണിയായിട്ട് തുറക്കുള്ളൂ. ഏറ്റവും ഫസ്റ്റ് തുറക്കണ ആൾ ഞാനാ. സത്യം കണ്ട. അപ്പോൾ ഞാൻ 7:30 കട തുറക്കുമ്പോൾ ഈ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. സാർ ഇപ്പോൾ സമയം നോക്കിയപ്പോൾ 11:45. ഇപ്പോഴും അതേ നിൽപ്പ് തന്നെയാണ് ആ കുട്ടി. പച്ചയിൽ ഗ്രീൻ സ്ട്രിപ്സ് ഉള്ള വരകളുള്ള ഒരു യൂണിഫോമാണ് ധരിച്ചേക്കണേ. +2നോ അല്ലെങ്കിൽ SLCക്കോ പേടിക്കണ്ട പന്തലാമ്പാടം സ്കൂളല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. തോളത്തൊരു കറുത്ത ബാഗുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര നേരമായെന്ന് പറഞ്ഞു. സാറേ ഞാൻ 7:30 കട തുറക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ഈ പോലീസുകാരനെ കുട്ടിയാ നിൽക്കണതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ലേ? അപ്പോൾ അയാൾ വേഗം SI സാറിനോട് പറഞ്ഞു സാർ ഇങ്ങനെ ഇന്ന ആൾ വിളിച്ചിട്ടുണ്ട്, അവിടെ കടയുടെ മുന്നിൽ കുറേ നേരമായി ഒരു കുട്ടി നിൽക്കണു എന്ന് പറഞ്ഞിട്ട്. ശരി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സീനിയറായുള്ള ഒരു SIനെ വിട്ടു. ഞാനാണെങ്കിൽ ക്യാമ്പിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് സ്റ്റേഷനായിരുന്നു. ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസമാണ്. നമ്മൾ ഭരചന്ദ്രൻ്റെ IPS അടി ഇന്ന് ഈ ലോകം നന്നാക്കിയിട്ട് ബാക്കി കയറലോ എന്നുള്ള ആവേശാന്തനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അരുണ നീയും കൂടെ പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വനിതാ പോലീസ് ഷിജി മാഡത്തിനും വിട്ടു. അപ്പോൾ ഞങ്ങൾ 3 പേര്. അപ്പോൾ SI ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു. അതെ യൂണിഫോമിൽ പോകണ്ട, ചെറിയ കുട്ടിയാണ്, ആ കുട്ടീനെ പേടിക്കും, അതുകൊണ്ട് വേഷം മാറി സാധാരണ വേഷത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. സന്തോഷമായില്ലേ? കാരണം ആദ്യത്തെ പണി തന്നെ CID പണി. നമ്മൾ വേഗം ഡ്രസ്സ് മാറി പുകയിൽ കയറ്റി വന്നു. CID ദാസൻ, CID വിജയൻ 007 ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഡ്രൈവറും വേഗം ഡ്രസ്സ് മാറി. ഇനി ആയാലും കണ്ടുപിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഡ്രസ്സിൽ. അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി CIDകൾ ഞങ്ങൾ പുറപ്പെട്ടിട്ട് എവിടെയും ചോദിക്കേണ്ടി ഒന്നുമില്ല. ഡ്രൈവർ ഭയങ്കര മിടുക്കനാണ്. കറക്റ്റ് ആ കുട്ടിയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി. നമ്മൾ പോകേണ്ടി ഇതേമാതിരി ചാടി ഇറങ്ങി പുകയിൽ കയറ്റുന്നു. കാരണം നമ്മളെ കണ്ടുപിടിക്കില്ല. എന്താ കാരണം? CID ആണ്. പക്ഷെ അവിടെ നിൽക്കണ കുട്ടിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയാം. ഞങ്ങളെ കൊണ്ടു നിർത്തിയ വൈറ്റ് ടാറ്റ സുമോ ജീപ്പിൽ ഇംഗ്ലീഷ് ക്യാപിറ്റൽസിൽ POLICE എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കുട്ടി അത് കൂട്ടി വായിച്ചു. എന്തായിരുന്നു അത്? പോലീസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയവരാണെങ്കിൽ ലക്ഷണം കണ്ടിട്ട് ശരിയല്ല. അപ്പോൾ അവർ സാധാരണ കള്ളന്മാരും അല്ലെങ്കിൽ പോലീസുകാരാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ കുട്ടിക്ക് തോന്നി പോലീസുകാരായിരിക്കും തോന്നി. അപ്പോൾ കുട്ടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ കുട്ടിയെ മാത്രം വാച്ച് ചെയ്ത് നിൽക്കുക. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? കുട്ടി ബാഗിൻ്റെ അകത്ത് അന്നത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് വർത്താനം തുടങ്ങി. ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അതപ്പോൾ എഴുതി തയ്യാറാക്കിയൊരു നാടകമാണ്. ആ കൊച്ചിനെ ആരെയും അങ്ങോട്ട് വിളിക്കണില്ല, തിരിച്ച് ഇങ്ങോട്ട് ഒരു കോൾ വരണില്ല. നമ്മൾ ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ടീച്ചർമാർ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ തലിക്കിങ്ങനെ അല്ലേ കിട്ടാത്ത ഉത്തരം വരുമ്പോൾ അതുമാതിരി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ടീച്ചർമാർ പെട്ടെന്ന് ശ്രദ്ധിക്കാനും കണ്ടിരുന്ന് നോക്കിയേ. ഒരു കുഴപ്പമില്ല. ടീച്ചർമാരാരെങ്കിലും ഉണ്ടായില്ലേ? ഉണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ എന്തായാലും കുട്ടി എന്താ ചെയ്യണം, ഈ നാടകം എവിടെ വരെ പോകുന്നറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു.
കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകത്തിലത്തെ കംപ്ലീറ്റ് ഡയലോഗും കഴിഞ്ഞു. അൾട്രാ സ്ലോ മോഷനിൽ തിരിച്ച് ഫോൺ ബാഗിൽ വെക്കുക. കുട്ടി ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾ മറ്റേ മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കില്ലേ തേങ്ങ ഉടക്കാനായിട്ട് ഉടക്കി. ഞങ്ങൾ ഒരേ നിപ്പാ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ നോട്ടം ആ കുട്ടിയോട് മാത്രമാണ്. കസാരകൾ വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടാ, രാവിലെ എടുത്തോ, കസാരകൾ എടുത്തോ, എൻ്റെ ബാഗ് കയറ്റി വെച്ചാൽ മതി. അവിടെ പായുണ്ട്, ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രം. അപ്പോൾ ഞങ്ങള് കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ SI സാറ് പറഞ്ഞു അതെ ഇനി അതിനധികം കഷ്ടപ്പെടുത്തണ്ട, പോയി അന്വേഷിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വനിതാ പോലീസും കൂടിയിട്ട് ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു. കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് വെച്ചു, മോളെന്താ ഇവിടെ നിൽക്കണേ? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. ശരി മോളെന്താ ചെയ്യണേ? എന്താ അല്ല ഇങ്ങോട്ട് കുഴപ്പമില്ല. മോളെന്താ ചെയ്യണേ ചോദിച്ചു. അത് ഞാൻ പഠിക്കുകയാണ്, ഞാൻ +1 പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മോളുടെ വീട് എവിടെയാ ചോദിച്ചു. വീട് രാജശാല കളിക്കാൻ കേട്ടോ, അയാൾക്ക് ഇത് മനസ്സിലായി പനിയാണോ. അപ്പോൾ മോളുടെ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞേ വളരെ അടുത്ത സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ കൗതുകത്തിൻ്റെ അസുഖത്തിൽ കൂടുതലാണ്. അടുത്തെന്ന് പറയുമ്പോൾ അതിനൊരു സ്ഥലപ്പേരില്ലേ, എന്താ പറയുക, കല്ലിടുക്ക്, വാണിയമ്പാറ, പട്ടിക്കാട്, അങ്ങനെ പറയുന്ന പോലെ സ്ഥലപ്പേരിൽ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല സാർ, തൃശ്ശൂർ ടൗണിൻ്റെ വളരെ അടുത്താണെന്ന് പറഞ്ഞു. എന്നാലും പറയും എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ കുട്ടി സാറേ വളരെ അടുത്ത സാറേ, ടൗണിൻ്റെ വളരെ അടുത്ത്, അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും പറയുന്നു. ഏറെ നിർബന്ധിച്ചപ്പോൾ കുട്ടി പറഞ്ഞു സാർ വളരെ അടുത്താണ്, എൻ്റെ വീട് കോഴിക്കോടാണ് എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് 121 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടേക്ക്, 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ആ കുട്ടി എന്നോട് സാറിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കുറേ ദൂരം കുട്ടനല്ലൂരാണ്, 10 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കാര്യം പറഞ്ഞു എന്തായാലും മോളിങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ മോളിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും മോളുടെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുണ്ടെങ്കിൽ സഹായിക്കാനാണ് നിൽക്കണമെന്ന് പറഞ്ഞു. കുട്ടിക്ക് വിശ്വാസമായില്ല. ആ സമയത്താണ് നമ്മുടെ തട്ടത്തിമറയത്ത് ഇറങ്ങിയ സമയം. ഞങ്ങൾ ചോദിച്ചു തട്ടത്തിമറ കണ്ടുണ്ടോ? 4 തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ പോലീസുകാരെ പോലെ നല്ല പോലീസുകാരാണ് ഞങ്ങൾ, കാക്കിയണിഞ്ഞ മാലാകമാരാണെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ കാക്കി അല്ലെങ്കിലും ബാക്കിൽ മാലാകയുടെ ചിറക് കണ്ടു. കുട്ടി വിശ്വസിക്കാൻ കൊള്ളാവരാന്ന് തെറ്റിദ്ധരിച്ചു. വേഗം വണ്ടി കയറി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അപ്പോഴേ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നു. കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. വീണ്ടും കുട്ടി നോക്കിയപ്പോൾ ബാക്കിൽ മറ്റേ ചിറക് കണ്ടു മാലാകയുടെ. എന്നിട്ട് ചോദിച്ചു എന്താണ് മോളവിടെ വരാൻ കാരണം, കോഴിക്കോട് നിങ്ങൾ വരാൻ കാരണം എന്താ, എത്ര നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. കുട്ടി കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ നിങ്ങൾ ആരോടും പറയില്ലല്ലോ. ഞങ്ങൾ ആരോടും പറയില്ല. പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്തിട്ട് നിൽക്കണം. പക്ഷെ അതിൽ ചെറിയൊരു ഭേദഗതി ഉണ്ട്. എന്തായിരിക്കും? ഏത് ടൈപ്പ് ഫ്രണ്ട് ആയിരിക്കും? ബോയ് ഫ്രണ്ട്. ആ ഏക സ്വരമാണ് എല്ലാവർക്കും. അതെന്ത് ചോദ്യം, ബോയ് ഫ്രണ്ട്. അങ്ങനെ ബോയ് ഫ്രണ്ടിനെ കാത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയെ കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ കോഴിക്കോടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്, സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി, എല്ലാത്തിലും ഫുൾ വാങ്ങി, A+, വാങ്ങി. ആ സ്കൂളിൻ്റെ, ആ ഗ്രാമത്തിൻ്റെ, ആ പഞ്ചായത്തിൻ്റെ, ആ ജില്ലയുടെ, ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച ബ്രൈറ്റായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. ഭാവിയിൽ ആരാകണമെന്ന ആഗ്രഹം ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ സ്പെസിഫിക്കാണ്. ആ കുട്ടിക്ക് പറഞ്ഞു സാർ എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കൗതുകത്തിൻ്റെ അസുഖങ്ങളാണ്, എന്ത് ഡോക്ടർ ആവണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു സാറേ എനിക്കൊരു പീഡിയാട്രീഷ്യൻ ആവണമെന്ന് പറഞ്ഞു. നിങ്ങളടുത്ത മുഹമ്മദ് ഖഷി സാറിൻ്റെ ഒക്കെ പോലെ, അലി സാറിൻ്റെ ഒക്കെ പോലെ എനിക്കൊരു പീഡിയാട്രീഷ്യൻ ആവണമെന്ന് പറഞ്ഞു. പീഡിയാട്രീഷ്യൻ എന്ന് വെച്ചാൽ കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർ. എനിക്ക് MBBS ഇവിടെ പഠിച്ചിട്ട്, കോഴിക്കോട് പഠിച്ചിട്ട്, പിന്നെ എനിക്ക് DCH തിരുവനന്തപുരത്ത് പഠിച്ചിട്ട്, പിന്നെ എനിക്ക് ലണ്ടനിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അത്രയും കറക്റ്റാണ് ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ. അടുത്ത 3 വർഷം എന്താണെന്ന് വളരെയധികം പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടിയോട് ചോദിച്ചു നിങ്ങളിത് അതെ സാർ പ്രേമാണ് സാർ, എൻ്റെ കാഴ്ചപ്പാടിന് ചേർന്ന ഒരാളെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രേമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാനിങ്ങുള്ള കുട്ടിയാണല്ലോ. എന്താണ് മോളുടെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം വേണം. ആയിക്കോട്ടെ, അദ്ദേഹം വിദേശ സർവകലാശാലയിൽ നിന്ന് MBA കരസ്ഥമാക്കിയ ഒരാളാണ് ഇംഗ്ലണ്ടിൽ നിന്ന്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് 1,75,000 രൂപ ശമ്പളമുണ്ട് ഒരു മാസം. അപ്പോൾ ഞാൻ പഠിച്ച് ഡോക്ടർ ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ നോക്കിയിട്ട് അയാൾ അംബാനീനെ വെട്ടിക്കുന്ന തോന്നണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അദ്ദേഹം വെളുത്തിട്ടാണെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ചേട്ടൻ വെളുത്തിട്ടാന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിക്കില്ല. കാരണം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. മറ്റേ ചേച്ചി രാമകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അത്. ആ കുട്ടിയോട് ഞാൻ യോജിക്കണമില്ല. പിന്നെ ആ കുട്ടി പറഞ്ഞു എൻ്റെ ചേട്ടൻ ഒന്നും ജിമ്മിന് പോകും, എൻ്റെ ചേട്ടൻ ഒന്നും എക്സസൈസ്, നമ്മുടെ എക്സസൈസ് ഇതാ, അത് നമുക്ക് പക്ഷേ. പിന്നെ ആ കുട്ടി പറഞ്ഞു എൻ്റെ ചേട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, തമിഴ് സംസാരിക്കും, മലയാളം സംസാരിക്കും, ഈ ഭാഷകളിലൊക്കെ നന്നായി പാട്ട് പാടും. ഇത്രേ എല്ലാവർക്കും വിശ്വാസമാകാൻ പറ്റില്ല, ദൈവം കൊടുക്കണ കഴിവാ.
പിന്നെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ചേട്ടൻ സാറിനെ പോലെ അല്ല, എൻ്റെ ചേട്ടൻ 6 പാക്കാന്ന് പറഞ്ഞു. അതെനിക്ക് ഫീൽ ചെയ്തു. കാരണം അറിയോ, നിങ്ങൾ നോക്കി നോക്കിയേക്കണ്ട, നമ്മൾ ഫാമിലി പാക്കാണ്, ഇത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ. എത്ര കാലമായി ഈ പ്രേമം തുടങ്ങിയിട്ട്? സാർ കുറേ കാലമായി സാർ. കുറേ കാലം. അപ്പോൾ കുട്ടി എന്താ പറയുക, വളരെ പ്രണയാത്മകമായിട്ട് പറഞ്ഞു, സാർ കുറേ കാലമായി സാർ, ഒരുപാട് യുഗങ്ങളായി എന്നാണ് പറയണത്. അപ്പോൾ ഇതിനൊരു സമയപരിധിയില്ലേ, ഒരുപാട് കാലമായി സാർ, 3 മാസമായി സാർ. ശരി, ഇതിന് കണ്ണു മൂക്കില്ല എന്നാണ് പറയുക. അപ്പോൾ എന്താണ് തൃശ്ശൂർ വരാൻ കാരണം? സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രേമം തലക്കടിച്ചിട്ട് ഉണ്ണാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ആ കുട്ടിയുടെ ചിന്ത തൻ്റെ പ്രിയപ്പെട്ട 6 പാക്കുകാരനായിട്ടുള്ള വെളുത്തു തൊടുത്ത വിദേശ സർവകലാശാലയിൽ നിന്ന് MBA കരസ്ഥമാക്കിയിട്ടുള്ള എന്നും ജിമ്മിന് പോകുന്ന നന്നായി പാട്ടുപാടുന്ന വെളുത്ത ആ കാമുകനെ കാണണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നത്? സാറ് നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും? പിന്നെ എല്ലാ ദിവസവും സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്കൂളിൽ പോകുമ്പോഴാണോ എന്ന് ചോദിച്ചു. സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല സാർ, ആകെ പ്രശ്നം എന്ന് പറഞ്ഞു. എന്താ കാരണം? എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കൊക്കെ ആ പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ, ഫുള്ളിൽ A+ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ നോക്കണോടത്തൊക്കെ അവർ ഫോട്ടോ വയ്ക്കും. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിന് പോവുക. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ ആളുടെ മോളാണ് ഫോൺ എടുത്തത്. തിരിച്ചു പോകുമ്പോണ്ട് ഇടവഴിക്ക് തിരിയണോടത്ത് ഈ കൊച്ചിൻ്റെ ഫോട്ടോ 2 റോസപ്പ് വടിയിൽ ആദരാഞ്ജലികളിന് എഴുതുന്ന അതേ ഫോണ്ടിൽ തന്നെ. ഞാൻ ഞെട്ടിപ്പോയി. അരുത്തെത്തി ഒന്നുകൂടി നോക്കിയപ്പോഴാണ് സമാധാനം. അഭിനന്ദനങ്ങൾ, A+ കിട്ടിയപ്പോൾ എഴുതി വെച്ചതാ. അപ്പോൾ സാറേ, വഴിയിൽ നിറച്ച എൻ്റെ ഫോട്ടോ ആണ് A+ കിട്ടിയായിരുന്നു. അത് കാരണം വഴിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. മാത്രമല്ല, എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അത് എൻ്റെ ഉപ്പാടെ, എൻ്റെ ഫാദറിൻ്റെ അപ്പൻ്റെ ഇത് കട. അതുകൊണ്ട് പറ്റില്ല. അപ്പനാണെങ്കിൽ PTAയിലും ഉണ്ട്, സ്വകാര്യത. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ സ്കൂള് വിട്ടിട്ട് ട്യൂഷൻ പോകുമ്പോഴോ? സാർ എന്ത് വർത്താനം പറയണേ? എനിക്ക് ട്യൂഷൻ പോകേണ്ട ആവശ്യമില്ല, കാരണം അധ്യാപകർക്ക് പോലും ഞാനാണ് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കണത്. പിന്നെ ഇപ്പോൾ ഏത് നേരത്ത്? രാത്രി അവിടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു 16-17 വയസ്സായ ഒരു കുട്ടി എന്നും രാത്രി വീട്ടുകാരുടെയും നാട്ടുകാരെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ കാമുകനുമായിട്ട് സംവദിക്കുന്നു? ഞാൻ ഇത് എങ്ങനെ സാധിക്കുന്നു മോളെ? കാരണം ഞാനൊരു 8:30 ആകുമ്പോഴേക്കും വീടിൻ്റെ ഗേറ്റ് അടയ്ക്കാൻ പോകും. പേടിയുണ്ടായിട്ടല്ല, എന്നാലും 2 മക്കളെയും ഭാര്യയും വിളിച്ചിരുത്തി 5-6 തവണ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ പൂട്ടുള്ളൂ. അപ്പോഴാണ് ഒരു 16 വയസ്സായുള്ള ഒരു കുട്ടി ഇത് ചെയ്യണത്. ഇത് എങ്ങനെ സാധിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞേ, സാറ് എന്ത് വർത്താനായി പറയണേ? ഇത് കണ്ട, ഇത് മതി, ഇതിലങ്ങോട്ട് സംസാരിച്ച് തുടങ്ങും. ഞങ്ങൾ തുടങ്ങിയത് ഇതിലാന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാ? ഒരു ദിവസം ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു മെസ്സേജ്, ഭയങ്കര ശല്യമായി സാറേ എന്ന് പറഞ്ഞു. ശല്യമായി അവസാനമായിട്ട് ഞാൻ തിരിച്ചു ഒരു I love you പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്. ഭാഗ്യത്തിനാണ് എനിക്ക് തിരിച്ച് പറയാൻ തോന്നിയത്. കാരണം ഇത്രയും നല്ലൊരു പുരുഷനെ, ലൈഫ് പാർട്ട്ണറിനെ എൻ്റെ ഭാഗ്യത്തിനാണ് കിട്ടിയത്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സംസാരിച്ച് കുട്ടിക്ക് പ്രേമം തലക്കടിച്ചു. കാണാൻ ഇതേവരേക്ക് കണ്ടിട്ടില്ല. കുട്ടി പറഞ്ഞു, ചേട്ടാ എനിക്ക് നിങ്ങളെ കാണണം, പ്രിയപ്പെട്ട 6 പാക്കുകാരാ, എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. ശരി, നമുക്ക് കോഴിക്കോട് സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കുകയും ആ സ്ഥലത്തെത്തുമ്പോൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മോളെ എനിക്ക് അർജൻറ്റായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് സാധിക്കില്ല, മറ്റൊരു ദിവസം ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ നിരാശയോടുകൂടി കുട്ടി പോന്നു. ഒരു 2-3 ദിവസമൊക്കെ പിടിച്ചു വന്നു. വീണ്ടും കുട്ടിക്ക് പ്രഷറായി, ഇയാളെ കാണാണ്ട്. വീണ്ടും വിളിച്ചു, ചേട്ടാ എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. അങ്ങനെ ഒരു കോഴിക്കോട് മറ്റൊരു സ്ഥലം കൂടി പ്ലാൻ ചെയ്തു. 2ാമത്തെ പ്രാവശ്യം ഉണ്ട്. അവിടെ എത്തിയപ്പോഴും വിളിച്ചു, അതെ മോളെ മാനേജർ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഹോട്ടൽ മഹാറാണിയിൽ അർജൻറ്റ് ബിസിനസ് മീറ്റിംഗ് ആണ്, പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്നത്തെ കൂടി നീ ക്ഷമിക്കുക, അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, നമ്മുടെ ചേട്ടൻ ബിസിനസ്സുകാരനാണ്, വേറെ നിവർത്തിയൊന്നുമില്ല. അങ്ങനെ ആ കുട്ടി നിരാശയോടുകൂടി ഫോൺ വെച്ചു. ഒരു ദിവസം ഇപ്രാവശ്യം കുട്ടിക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി വിളിച്ചു, ചേട്ടാ എനിക്ക് നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും കണ്ടേ പറ്റൂ, പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞേ, മോളെ ഞാൻ നിന്നോട് 2 കാര്യങ്ങൾ പറയാൻ നിൽക്കുകയായിരുന്നു. എന്താണ്? ആദ്യം സന്തോഷം, പിന്നെ ഒരു ദുഃഖമാണ്. എന്തായാലും സന്തോഷം ആദ്യം പറയുമെന്ന് പറഞ്ഞു. എനിക്ക് പ്രമോഷനായി. നിലവിൽ എനിക്ക് 1,25,000 രൂപയാണ് ശമ്പളം. ഇപ്പോൾ 1.75 ആയി. എനിക്ക് പ്രമോഷനായി, ഞാൻ ഓൾ കേരള മാനേജറായി കമ്പനിയുടെ എന്ന് പറഞ്ഞു. കുട്ടിക്ക് സന്തോഷമായി. വെൽഡൻ മോളെ, സ്വയം അഭിനന്ദിച്ചു. എന്താ കാരണം? ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം എടുത്തത്. ഇങ്ങനത്തെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗ്യം വേറെ ഇല്ല. ഇനി ദുഃഖം പറഞ്ഞേ, ഇനി എൻ്റെ പ്രവർത്തന മേഖല എറണാകുളത്തേക്ക് മാറി. കോഴിക്കോട് അല്ല, എനിക്ക് ഓൾ കേരള ആയതുകൊണ്ട് കൊച്ചിയിലേക്ക് മാറി. പഴയ പോലെ വിളിച്ചാൽ വെളുപ്പുറത്തെത്തുന്ന ദൂരത്തല്ല ഞാൻ. സാരില്ല, മൊബൈൽ ഫോണുള്ളോ, നമുക്കതിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. സങ്കടത്തോടു കൂടി കുട്ടി ഫോൺ വെച്ചു. ഡോക്ടറാവാൻ വിചാരിച്ച കുട്ടി ആയതുകൊണ്ട് ഭയങ്കര ഇൻ്റലിജൻ്റ് ആ കുട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. കുട്ടി പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൃശ്ശൂർ കാണാം. എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ 121 കിലോമീറ്റർ വരുന്നുണ്ട്, ചേട്ടാ അവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ വരിക. തൃശ്ശൂരാകുമ്പോൾ ഒരു ഉപകാരമാണ്, നമ്മളാരും അറിയില്ല, പരിചയക്കാരില്ല, നമുക്ക് കാണാം, സംസാരിക്കാം, പിരിയാം. അങ്ങനെ ചേട്ടൻ സമ്മതിച്ചു.
തലേദിവസമായപ്പോൾ കുട്ടിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, ഇയാൾ ഇനി വരില്ലേ, കാരണം വീട്ടിൽ കുറേ നുണയൊക്കെ പറഞ്ഞു, റെക്കോർഡ് ചെയ്താണെന്നോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്തൊക്കെയോ പറഞ്ഞു, വീട്ടുകാരെ വിശ്വസിപ്പിച്ചു. നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം. ഇയാളിനി വരില്ല എന്ന് വിചാരിച്ച് ചാറ്റിൻ്റെ ഇടയിൽ ചോദിച്ചു, ചേട്ടൻ ഇനി വരില്ലേ? അത് എന്ത് ചോദ്യമോളെ, ഞാൻ വന്നിരിക്കും. പക്ഷേ എനിക്ക് ഈ ബിസിനസ്സിൻ്റെ തിരക്കുകളിൽ പെട്ടിട്ട് പ്രേമത്തിനുള്ള ത്രില്ല് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ സഹോദരിമാരും എൻ്റെ മക്കളെ പ്രായമുള്ളവരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. ജീവിതഗന്ധിയായ നിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടി ഇതൊക്കെ അയച്ചു കൊടുത്തു. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക ആരും എന്ന് പറഞ്ഞു. ഇതൊക്കെ അയച്ചു കൊടുത്തു. ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് കുട്ടി ചോദിച്ചു, ഡിലീറ്റ് ചെയ്യില്ലേ? അത് എന്ത് ചോദ്യം മോളെ, കണ്ട വഴിക്ക് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. ഒന്നും വേണ്ട, നാളെ നമ്മൾ കാണുമ്പോൾ ആദ്യം എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ നിനക്ക് തരും, നീ അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ സംസാരിക്കും. വേണ്ട, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പക്ഷേ എനിക്ക് ചേട്ടന് വിശ്വാസം. അങ്ങനെ അവർ തീരുമാനിച്ചു. ഉവ്വ് അല്ലേ, ചേട്ടനെ തീരുമാനിച്ചു. പിറ്റേ ദിവസം കുട്ടി അവിടേക്ക് എത്തി. ഒരു 7:30 ആയപ്പോൾ കുട്ടി എത്തി. അപ്പോൾ ചേട്ടനെ അവിടെ വിളിച്ച് പറയണ്ടേ. വിളിച്ചപ്പോൾ ചേട്ടൻ ഫോൺ എടുത്തു. ചേട്ടാ, ഞാൻ ഇന്ന കടയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഈ പച്ചയിൽ വെള്ളയിൽ പച്ച ചുരിദാറാണ്, തോളത്തൊരു ബാഗുണ്ട്, കറുത്ത പൊട്ടാണ്, കയ്യിൽ പച്ച നെയിൽ പോളിഷ് ഉണ്ട് എന്നൊക്കെ ലക്ഷണങ്ങളൊക്കെ, ഈ കടയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടോ, വേറെ എവിടേക്കും മാറില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാൻ അങ്കമാലി വരെ എത്തി, ഞാൻ എൻ്റെ ഫോർച്യൂണർ AC കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി കാൽക്കുലേറ്റ് ചെയ്തു ഏറിയാൽ 1 മണിക്കൂർ 1.25 മണിക്കൂർ അതിനുള്ളിൽ എത്തിയിരിക്കും. 7:30 പോയിട്ട് 8:30 ആയി, ചേട്ടനെ കാണാനില്ല. കുട്ടി ഫോൺ ചെയ്തപ്പോൾ ചേട്ടനല്ല, ഒരു ചേച്ചിയാണ് ഫോൺ എടുത്തത്. ആ ചേച്ചിയാണെങ്കിൽ ഭയങ്കര പണ്ഡിതയാണ്, 3 ഭാഷ അറിയാം. ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. കുട്ടിക്ക് ഇനി മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 3 ഭാഷയിലും ഒരേ കാര്യം തന്നെ പറഞ്ഞു കൊടുത്തു. മലയാളത്തിലും എങ്ങനെയാണ്, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ചാർജ് കഴിഞ്ഞാലും സ്വിച്ച് ഓഫ് പറയും, റേഞ്ചിലെങ്കിലും സ്വിച്ച് ഓഫ് പറയും. എന്തെങ്കിലും ആവട്ടെ, ചേട്ടൻ എന്തായാലും അറിയാലോ, അങ്കമാലി കഴിഞ്ഞിട്ടുണ്ടല്ലോ. 9:30 ആയി, വീണ്ടും വിളിച്ചു. അപ്പോഴും പക്ഷഭേദം ഇല്ലാതെ ആ ചേച്ചി 3 ഭാഷയിൽ കാര്യം പറഞ്ഞു. 10:30 ആയി, 11:30 ആയി. അപ്പോൾ കുട്ടിക്ക് വാശിയായി, ഇത്രയ്ക്കധികം റിസ്ക് എടുത്തിട്ടാണ് ഞാനവിടെ വന്നേക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ആകാശം താഴേക്കിടിഞ്ഞു വീണാലും, ഭൂമി 2ആയി പിളർന്നാലും, ഇനി 39 ഡിഗ്രി അല്ല 45 ഡിഗ്രി 60 ഡിഗ്രി ചൂട് വന്നാലും ഞാൻ എൻ്റെ ചേട്ടനെ കാണാതെ ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ ഞാൻ മാറില്ല എന്നുള്ള ഉറച്ച നെഗറ്റീവായുള്ള ഒരു തീരുമാനത്തിലെത്തി ആ കുട്ടി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സമയം 11:45 പോലീസിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങൾ പറഞ്ഞു, കഥയൊക്കെ കേട്ടു, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ ചോദിച്ചു. അപ്പോൾ കുട്ടി നോക്കിയപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാന്ന് തെറ്റിദ്ധരിച്ചു. അത് ഞങ്ങൾക്ക് ഫോൺ നമ്പർ തന്നു, അത് ഞങ്ങൾ ഡയൽ ചെയ്തു. പോലീസുകാരായാലും ആ ചേച്ചി പക്ഷഭേദമൊന്നും കാണിച്ചു, ഞങ്ങളോട് 3 ഭാഷയിൽ കാര്യം പറഞ്ഞു. നമ്മുടെ ചേട്ടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയെന്ന്. പക്ഷെ അതിൽ HOME എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരുന്നു, ഹോം. അതിലേക്ക് എന്തിനാ സാറെ വരട്ടെ, അതിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോളിങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എൻ്റെ മോൾ ആ ടൈപ്പല്ല, കുട്ടിയുടെ അമ്മയാണ് ഫോൺ എടുത്തത്, ഞങ്ങൾ അവളെ അങ്ങനെയല്ല വളർത്തിക്കണത്. ഞങ്ങൾ പറഞ്ഞു, ശരിയാണ്, പോലീസുകാരാണ്, ഏതൊരു പോലീസുകാരനും തെറ്റുപറ്റും, നമ്മളത് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 15-20 മിനിറ്റ് പ്രതീക്ഷിച്ചു. പക്ഷെ 5 മിനിറ്റിനുള്ള കോൾ വന്നു, സാറേ അവൾ സ്കൂളിൽ എത്തിയിട്ടില്ല, പറ്റിച്ചു ഞങ്ങളെ, അവളെവിടെയാണ് ചോദിച്ചു. വിഷമിക്കേണ്ട, സ്റ്റേഷനിലുണ്ട്, വരൂ എന്ന് പറഞ്ഞു. ഒരു 3.5-3.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വെള്ള കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് നാർത്തലച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു അമ്മ ഇറങ്ങി ഓടി വരുന്നു. മോളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, എന്ത് പണിയാണ് മോളെ കാണിച്ചേ, നീ ഇങ്ങനെ വഴി തെറ്റി നടക്കാൻ പാടോ, നിനക്ക് എന്തിൻ്റെ കുറവായിരുന്നു? ഫുഡിന് ഫുഡ്, ഡ്രസ്സിന് ഡ്രസ്സ്, പൊട്ടിന് പൊട്ട്, എല്ലാ കമ്പ്യൂട്ടർ ഫോണിന് ഫോൺ, എല്ലാ കാര്യങ്ങളും നിനക്ക് വാങ്ങി തന്നു, എന്നിട്ട് എന്തിനു നീ ഇങ്ങനെ വഴി പഴച്ചു പോകുന്നു? അമ്മയ്ക്ക് വല്ല വിവരക്കേടണ്ട. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമാണ് കുട്ടി അപ്പോഴും ജസ്റ്റിഫൈ ചെയ്യേണ്ടായിരുന്നത്. വണ്ടിയൊക്കെ ഒതുക്കി കുട്ടിയുടെ ചെറിയച്ഛനും കുട്ടിയുടെ അച്ഛനും കൂടി നടന്നു വന്നു. ഈ അച്ഛന് കരച്ചിലൊന്നും വിശ്വാസം തന്നെ, വളരെ ശാന്തനായിട്ട് വന്നിട്ട്, നീ ഒന്നും ഇങ്ങോട്ട് മാറി നിന്നോട് അമ്മയെ പിടിച്ച് മാറ്റിയിട്ട് 2 എണ്ണ കൊടുത്തു കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ പിടിച്ചു മാറ്റി, നന്നായുള്ളൂന്നല്ലേ. അപ്പോൾ ഞങ്ങൾ പിടിച്ചു മാറ്റി തല്ലിയിട്ട് കാര്യമില്ല, എന്തായാലും കുട്ടി അപകടത്തിലൊന്നും പെട്ടില്ലല്ലോ, കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ ചെറിയച്ഛൻ, സാറേ എനിക്കൊരു കാര്യം പറയാണെന്ന്. അല്ല, നിങ്ങൾ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു. ചെറിയച്ഛൻ പറഞ്ഞു, ഇതിൻ്റെ നിജസ്ഥിതി സത്യം ഞങ്ങൾക്ക് ബോധ്യമാവണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു കംപ്ലയിൻറ്റ് ചെയ്തത് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. 1-2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു ഇവരുടെ കൂടെ പോവാ. അപ്പോൾ നേരത്തെ എന്തായിരുന്നു, പരിശുദ്ധമായിട്ടുള്ള പ്രണയത്തിന് കാവൽ നിൽക്കുന്ന കക്കിയണിഞ്ഞ മാലാഖമാർ, അതായിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ. ഇപ്പോൾ പരിശുദ്ധമായിട്ടുള്ള പ്രണയം തകർത്ത കാക്കിയണിഞ്ഞ ചെകുത്താന്മാർ. കുട്ടി നോക്കിയപ്പോൾ ചിറകില്ല, പകരം മറ്റേ ലുട്ടാപ്പിയുടെ മാതിരി കൊമ്പും തുടങ്ങി. കാണിച്ച് തരാട്ടാ, ഇതൊക്കെ കുട്ടി മനസ്സിൽ പറയണ കേൾക്കാം, പിന്നെ മനസ്സിൽ പറയണത് പുറത്തു പറയാൻ പറ്റില്ല. കുട്ടി മനസ്സുകൊണ്ട് ഞങ്ങളെ ഡാഷ് 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 ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളാണ്. ഞങ്ങൾ പോലീസുകാരെ കാരണം അത്തരം വാക്കുകൾ അറിയില്ല, ഉപയോഗിക്കില്ല. ഏതായാലും അവർ പോയി. ഞങ്ങൾ 2 ദിവസം ട്രൈ ചെയ്തപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. 3-ാമത്തെ ദിവസം ഫോൺ എടുത്തു. ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്തിരുന്നു, ഞങ്ങളുടെ മറ്റൊരു യൂണിറ്റായുള്ള സൈബർ സെല്ലിലേക്ക് ഈ നമ്പർ കൊടുത്തിരുന്നു. അപ്പം അന്നത്തെ ദിവസം 7:30 അറ്റൻഡ് ചെയ്ത കോൾ എവിടെ വെച്ചായിരുന്നു?
അങ്കമാലി. പക്ഷെ ആ കോള് CDR എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു. 3 മാസമായിട്ട് ഒരു പ്രണയം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അതിൽ അവസാനത്തെ കുറച്ച് ദിവസം ഇദ്ദേഹം എറണാകുളത്തായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 6 മാസത്തെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ലൊക്കേഷൻസ് എടുത്തു. കഴിഞ്ഞ 6 മാസത്തെ ദൈവം സഹായിച്ച് കോഴിക്കോട് ജില്ല വിട്ട് ഇയാൾ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇയാൾ സത്യവന്തനാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം ഫോൺ എടുത്തപ്പോൾ ഇയാളുടെ കാര്യം പറഞ്ഞു. വന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പോക്സോ കേസ് എടുക്കും, സൈബർ കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം ആരാണ് എന്താണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു വിരോധമില്ലെങ്കിൽ വീണ്ടും തിരക്കുകൾ മാറ്റി വെച്ച് അടുത്ത തിങ്കളാഴ്ച വരൂ, നമുക്കൊന്ന് ധാരണയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി സമ്മതിച്ചു. ഞങ്ങളുടെ ഭാഗ്യം, അദ്ദേഹം വരാൻ തീരുമാനിച്ചു. ഞങ്ങൾ വേഗം കുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. കുട്ടിയാണ് ഫോൺ എടുത്തത്. അപ്പോൾ പറഞ്ഞു മോളെ അന്ന് മനസ്സിൽ വിളിച്ച ഡാഷൊക്കെ ഞങ്ങൾ കേട്ടു, കുട്ടി തെറ്റിദ്ധരിച്ചാണ്, ഞങ്ങൾ കാക്കിയണിഞ്ഞ മാലാകമാർ തന്നെയാണ്, അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, അദ്ദേഹം അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ഫോൺ കൊടുത്തു. അമ്മയോട് അച്ഛനോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വരാമെന്ന് പറഞ്ഞ ദിവസം നിൽക്കുകയാണ്. അന്ന് എനിക്ക് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയാണ്, മറ്റൊരു തോക്കൊക്കെ പിടിച്ചിട്ടുള്ള ഡ്യൂട്ടിയാണ്, സ്റ്റേഷൻ സെക്യൂരിറ്റി. ഞാനാണെങ്കിൽ രാവിലെ മുതൽ പ്രാക്ടീസ് ചെയ്യാം, വയറിങ്ങനെ ഇക്കി പിടിച്ചിട്ടേ എൻ്റെ മനസ്സിൽ നിന്ന് ആ സാധനം പോകണില്ലേ, 6 പാക്ക് ഫാമിലി പാക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു 4 നേരം കയറ്റുമ്പോൾ ആലോചിക്കണം, കുറച്ച് കുറയ്ക്കണ്ടേ. ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അവർ വരുമ്പോൾ നാണക്കേടല്ലേ, 5 മിനിറ്റ് പിടിച്ച് നിൽക്കും, പിന്നെ പോവും. കണ്ടാ. അപ്പോൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കയറി ഒരു 9:30 ആയപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷൻ കാർ വന്ന് നിൽക്കുന്നു. നമ്മുടെ കഥാനായക ഇറങ്ങി. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു ചിരിച്ചു. പക്ഷെ നമ്മളെ നോക്കി ചിരിക്കാൻ ആ കുട്ടിക്ക് എവിടെയാണ് നേരം? ആ കുട്ടിയുടെ കണ്ണുകൾ അന്വേഷിക്കേണ്ടിരുന്നത് 6 പാക്കുകാരനായിട്ടുള്ള വെളുത്തു തുടുത്ത് സുന്ദരനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള കാമുകനെയാണ്. ഏതായാലും ആ രൂപത്തിൽ അങ്ങനെ അവിടെ ഒരാളുണ്ടായിരുന്നില്ല. ഒരു 10 മണിയായപ്പോൾ പെട്രോളിങ് കഴിഞ്ഞിട്ട് SI സാർ എത്തി. ഞങ്ങൾ പറഞ്ഞു സാർ എന്നെ കുട്ടി വന്നിട്ടുണ്ട്, വിളിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അകത്തേക്ക് വിളിപ്പിച്ചപ്പോൾ ഈ കൊച്ചിനെ കണ്ടപ്പോൾ സാറ് ഞെട്ടിപ്പോയി. കാരണം ബേസിക്കലി അദ്ദേഹം സാധാരണ മനുഷ്യനാണ്, ഒരു രക്ഷിതാവാണ്, ഒരു പിതാവാണ്. മോളെ എന്ത് കോല നിൻ്റെ, കഴിഞ്ഞ ആഴ്ച നീ ഇവിടെ വന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാൻ, കരഞ്ഞിയ കണ്ണുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറായി, മെലിഞ്ഞുണങ്ങി. ഞാൻ നാട്ടിൻപുറത്തുകാരനാണ്, ഞങ്ങൾ പറയും ഓവിലിട്ട് വലിച്ച പോലെയെന്ന് പറയും. ആ രൂപമായി. എന്ത് കോല മോളെന്ന് പറയും. അപ്പോൾ കുട്ടി കരഞ്ഞിട്ട് പറയാം എൻ്റെ സാറ് നിങ്ങൾക്കറിയോ ഞാൻ തെറ്റുകാരിയാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ചീത്ത പറയണു, മനസ്സാക്ഷിയില്ലാത്ത അച്ഛനമ്മമാർ. ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു, ഞാൻ വഴിവിട്ട് പോയോളൂ എന്ന് ചീത്ത പറയുന്നു, ഞാൻ വിവരക്കേട് കാണിച്ചെന്ന് ചീത്ത പറയുന്നു. ഇവരെന്നെ ചീത്ത പറയാം, തല്ലാൻ വരെ കയ്യോങ്ങി സാർ. ഇത്രയും സ്നേഹമില്ലാത്ത അച്ഛനും അമ്മയുമായിരുന്നു ഇവരെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ സാർ, ദയവ് ചെയ്ത് തന്നെ എൻ്റെ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടണം, എനിക്കിനി ഇവരുടെ കൂടെ ജീവിക്കുക വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങി. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ആശ്വസിപ്പിച്ച് മോള് കരയണ്ട എന്നൊക്കെ പറഞ്ഞ് നിർത്തി. എന്നിട്ട് ബെല്ലടിച്ചപ്പോൾ ഞാൻ കയറി ചെന്നു. നിങ്ങളൊന്നും ഇവിടെ ഇരിക്കുക, എനിക്ക് പോവൊന്നും വേണ്ട, മറ്റാളൊന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരാളെ വിളിച്ച് അകത്തേക്ക്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഹാഫ് ഡോറുണ്ട്, അത് ഈ എത്ര പതുക്കെ തുറന്നാലും ആ സൗണ്ട് ഉണ്ടാവും, കാരണം ഗ്രീസ് ഇല്ലാത്തതുകൊണ്ടേ. അതിങ്ങനെ തുറക്കണ വഴിക്ക് ഈ വാതിൽ തുറക്കണ സൗണ്ട് ഇട്ടപ്പോൾ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. ഇയാളനെ വീണ്ടും തിരിഞ്ഞു നോക്കി. അത് ശ്രീനാരായണഗുരു കേട്ടോ. ഇയാളനെ നല്ല പരിചയമുണ്ട്. അപ്പോൾ SI ഇങ്ങനെ കൈയ്യട്ടി നോക്കിക്കായി കുറേ നേരം തിരിഞ്ഞോളൂ. 2-3 തവണ തിരിഞ്ഞു നോക്കി കുട്ടി നേരെ നോക്കിയിരുന്നു. അപ്പോൾ SI ചോദിച്ചാൽ മോള് 2-3 തവണ തിരിഞ്ഞു. അല്ല സാറേ ഞാൻ ആ വാതിൽ തുറക്കണ സൗണ്ട് ഇട്ടപ്പോൾ തിരിഞ്ഞതാ. പിന്നെ വീണ്ടും തുറന്നിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ ചേട്ടനെ എവിടെയോ കൊണ്ട പരിചയമുണ്ട്, അതാണ് 5-6 തവണ ഞാൻ തിരിഞ്ഞു നോക്കിയതെന്ന് പറഞ്ഞു. അയാളൊരു സാധു ഉണ്ട്, അയാൾ കൈയ്യട്ടി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, വായിൽ വിരലിട്ട കടിക്കില്ലേ പാവം. അപ്പോൾ അയാളോട് ചോദിച്ചു മോള്, ഇല്ല സാർ അപ്പം ഞാൻ കണ്ടിട്ടില്ല. പിന്നെയാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ എൻ്റെ തൃശ്ശൂരത്തെ 2ാമത്തെ മാത്രം വിസിറ്റാണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണ് പറയുക. എനിക്ക് ആളെ തെറ്റിയതാണ്, ഞാൻ ആളെ കണ്ടിട്ടില്ല സാർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇയാൾ പാവം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ചു എനിക്ക് ആ കുട്ടി അറിയോ? വളരെ എൻചാൻഡിങ് ആയിട്ടുള്ള, വളരെ വശ്യമായിട്ടുള്ള ശബ്ദത്തിനുടമയായിട്ടുള്ള അയാൾ പറഞ്ഞു സാർ എനിക്കറിയാം, ഇന്ന ആൾ. ആ കുട്ടിയുടെ ജാതകം ഇങ്ങോട്ട് പറഞ്ഞു. ശബ്ദം കേട്ടതും ആളെ തിരിച്ചറിഞ്ഞ് കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ, എന്നെക്കാളും വലിയ ഫാമിലി പാക്കുള്ള, നര കയറി തുടങ്ങിയ തലകളുള്ള, കഷ്ണി കയറി തുടങ്ങിയ തലകളുള്ള, സിഗരറ്റ് വലിച്ചതിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിൻ്റെയോ മറ്റോ ചുണ്ടിലും പല്ലിലും കറകളുള്ള ഒരു 44-കാരനായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ കുട്ടിക്ക് ആളെ മനസ്സിലായി, അയാളാണ് ആ ആള്. പക്ഷെ കുട്ടിയുടെ കണ്ണുകൾ ചതിച്ചില്ല. ഏകലോചനം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. മുഖത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ചിരിക്കുകയും മറുഭാഗം കൊണ്ട് കരയും ചെയ്യുന്ന ഒരവസ്ഥ ഒരേ സമയം. പഴയ നടൻ ഭരത് പ്രേംജി അത് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ കരയാണോ ചിരിക്കുകയാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കുട്ടി തല കറങ്ങി വീണു. പിന്നീട് ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ വേണ്ടി വന്നു കുട്ടീനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ. തുടർച്ചയായിട്ടുള്ള കൗൺസിലിംഗ് വേണ്ടി വന്നു കുട്ടി ലൈഫിലേക്ക് തിരിച്ചു വരാൻ. വെറുതെ പോയിട്ട് എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ MBBS കിട്ടുമായിരുന്ന ഒരു കുട്ടി ഒരു BSc മാത്സിലേക്ക് ഒതുങ്ങേണ്ടി വന്നു.
ഭാവിയിൽ. രസം എന്താ വെച്ചാൽ കുട്ടിയുടെ ചെറിയച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു നമ്മുടെ കഥാനായകൻ. 10ാം ക്ലാസ് തൊട്ടിപ്പോൾ നാട് വിട്ട് ബോംബെക്ക് പോയി. അവിടെ പോയിട്ടാണ് ഈ ഭാഷകളൊക്കെ പഠിച്ചത്. ഒരു കാര്യം കറക്റ്റ്, ബെസ്റ്റ് വോയിസാണ്, അന്തസ്സായിട്ട് പാട്ട് പാടും. ബോംബെ പോയതുകൊണ്ട് തമിഴ് പഠിച്ചു, ഹിന്ദി പഠിച്ചു, ഇംഗ്ലീഷ് കുറേശ്ശെ പഠിച്ചു, പിടിച്ച് കളതൊക്കെ. ഇയാളാണ് ആള്. അപ്പം എൻ്റെ ചോദ്യം ചേച്ചിയോടാണ്, ഇതിൽ ആരാണ് വില്ലൻ? മൊബൈൽ. ഓക്കെ, ആരാ പറഞ്ഞേ? താങ്കളാണോ? ആയിക്കോട്ടെ. എന്താ പേര്? നിമ പറയണോ മൊബൈലാണ് വില്ലെന്ന്? നിമയോട് യോജിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതെയാ, ഒരാൾ. സാർ, മൊബൈലിന് വില്ലൻ എന്ന് പറഞ്ഞു അല്ലേ? മൊബൈലാണ് വില്ലൻ എന്ന് പറഞ്ഞു. നിമ പറയുന്നു മൊബൈലാണോ വില്ലൻ? ഞാൻ പറയണത് ഇതിൽ കുറേ വില്ലന്മാരുണ്ട്. അപ്പോൾ വേറെ ആരായിരിക്കും വില്ലൻ? ആരാ പറഞ്ഞത്? ഉറക്കെ പറയൂ. എന്താ കാരണം മാഡം അങ്ങനെ പറയാനായിട്ട്? മേടിച്ചു കൊടുത്തത്. ആയിക്കോട്ടെ. ഉമ്മ ശരിയാക്കി തരാം അല്ലേ? ഞാൻ കേട്ടും കൂടത് പറഞ്ഞില്ലേ, ഞാൻ കേട്ടും കൂടത്. ഇത്താടെ പേരെന്താ? ഷക്കീന. ഇത്താ പറഞ്ഞത് ഒരു പരിധി വരെ കറക്റ്റാണ്. അച്ഛനമ്മമാരാണ് അതിൽ വില്ലൻ. കാരണം വെച്ചാലേ നമ്മളെ എന്താ വെച്ചാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, നമുക്ക് നല്ല ഭക്ഷണം ഇല്ലാതെ വളർന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാനൊക്കെ അന്ന് പട്ടിണിയാണ്, എൻ്റെ കുട്ടിക്ക് അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചു വാരിക്കോരി ഭക്ഷണം കൊടുക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് പോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് കീറിയതാണേ. അപ്പോൾ അത് എൻ്റെ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ നല്ല പാൻറ്റ്, ഒരു പാൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 3 പാൻറ്റ് കൊടുക്കും. ഒരു ചുരിദാർ ചോദിച്ചു കഴിഞ്ഞാൽ 4 ചുരിദാർ വാങ്ങിത്തരും. ഒരു ചെരുപ്പില്ലാണ്ട് നമ്മൾ എന്താ പറയുക, മറ്റേ ലൂണാർ ചെരുപ്പ് ഇടാണ്ട് പാളത്താറ് കുത്തിയിട്ട് നടന്ന കാലമൊക്കെ ഉണ്ട്. അപ്പം അതെൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവരുത്, എൻ്റെ കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചെരുപ്പ് ചോദിച്ചാൽ 3-4 ചെരുപ്പ് വാങ്ങിക്കൊടുക്കും. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് A+ ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ നീ ഇത്ര നാളെ നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്, ഇനി നീ നടന്നു പോകണ്ട, അതേ സ്കൂളിൽ തന്നെ +1 സീറ്റ് കിട്ടി, നിനക്ക് ഞാൻ സൈക്കിൾ വാങ്ങിത്തരാം, സൈക്കിൾ പോയാൽ മതി പറഞ്ഞു. കുട്ടി പറഞ്ഞു, അച്ഛൻ എനിക്ക് സൈക്കിൾ വേണ്ട, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിന് കമ്പ്യൂട്ടർ? അച്ഛൻ ഞാൻ ഭാവിയിൽ MBBS പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മറ്റേ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഏതാ ചേട്ടൻ? ഗൂഗിളേട്ടൻ. എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ഗൂഗിളേട്ടൻ പറഞ്ഞു തരും. നല്ല കാര്യമായിട്ടോ, സൈക്കിളും കമ്പ്യൂട്ടറും കൂടി വാങ്ങിക്കൊടുത്തു. അപ്പോൾ ചെറിയച്ഛന്മാർ അത് കുറയ്ക്കാൻ പാടില്ലല്ലോ. ചേട്ടൻ കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്താൽ ചേട്ടൻ്റെ മോൾക്ക് ചെറിയച്ഛൻ അപ്പോൾ ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. ഈ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണും വാങ്ങിക്കൊടുക്കണം ഞാൻ എതിരല്ല, സത്യം, എന്നെ നോക്കണ്ട. പക്ഷെ അതിൽ ചെറിയൊരു കാര്യം, ഇത് എവിടെ വെക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ നമുക്ക് വീടിൻ്റെ അകായെന്ന് വെച്ചാൽ ഹാളിൽ വെക്കാം. പക്ഷെ അവിടെ വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ നല്ല ചൂടല്ലേ, കേരളത്തിൽ എത്ര ചൂടായാലും എത്ര മഴയായാലും വസന്തമായാലും ശിശിരമായാലും 7 മണി കഴിഞ്ഞ വീടുകളിൽ മഴ പെയ്തു തുടങ്ങും. ഏത് മഴയാണെന്നറിയോ? ചന്ദനമഴ. ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വൈഫ് ക്യാരിയിങ് ആയി, ഗർഭിണിയായി. അതേസമയം സീരിയലിലെ നായികയും ഗർഭിണിയായി. എൻ്റെ മോനെ ഞാൻ LKG ചേർത്താൻ പോയി 4 കൊല്ലം കഴിഞ്ഞിട്ട്, മൂത്തോനെ. അപ്പോൾ അവിടെ പ്രസവിച്ചിട്ടില്ല, ദിവ്യഗർഭാണ്. ലാസ്റ്റ് ഇപ്പം എൻ്റെ ചെക്കന് 15 വയസ്സായി. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറില്ല, ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോഴേ ഇങ്ങനെ സ്കൂൾ ചെയ്യുമ്പോൾ അപ്പോഴും ഇദ്ദേഹം പ്രസവിച്ചിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ കൈ കഴുകിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മീൻ വാങ്ങുമ്പോൾ അപ്പുറത്തെ സുമതിയോട് എന്താ പറയുക, എൻ്റെ സുമതിയെ ഇന്നലെ അമ്മായിയമ്മ മറ്റേ ചായയിൽ വിഷം കലക്കിയിട്ട് മരുമകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ നേരത്താണ് ഡയറക്റ്റഡ് ബൈ എഴുതി കാണിച്ചത്. ഇന്ന് 7:30 ആവണ്ട അത് കാണാൻ. ഞാൻ കൂട്ടാൻ കഷ്ടം നിൽക്കുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു, അത് ആലോചിച്ച് ടെൻഷനായിട്ട്. അവിടെ കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണല്ലോ, അവളത് കുടിക്കോ വണ്ടി, നമുക്ക് ആ ടെൻഷൻ. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ 7:30 ഈ സാധനം ഓൺ ചെയ്യാൻ നിൽക്കുന്ന നേരത്തെ മോളോന്ന് പറയാ, അല്ലെങ്കിൽ മോമെന്ന് പറയാ, അമ്മ എനിക്ക് പഠിക്കാനുണ്ട്, ഇപ്പോൾ TV വെക്കാൻ പറ്റില്ല, അതങ്ങോട്ട് ഊരിയിട്ട് ഈ പ്ലഗ് അങ്ങോട്ട് കുത്തും, കുട്ടി പഠിക്കാതിരിക്കും. അപ്പോൾ വല്ലതും പറയാൻ പറ്റുമോ? പഠിക്കണ കാര്യമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഈ നാട്ടിലത്തെ ചർച്ചയും കംപ്ലീറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പണിയുടെ കാര്യങ്ങളും ടെൻഷനൊക്കെ കഴിഞ്ഞ് ജോലി കൂലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മോശമാണ്, ഇതിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോഴാവും ഭാര്യ ഇരുന്ന് TV കാണാം. അപ്പോൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? എന്ത് പരിപാടി അത്, ജീവിതമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കഥകളാണ് ഇതിൽ പടച്ചുവിടുന്നത്. നിങ്ങളിത് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ റിമോട്ട് ഇങ്ങോട്ട് തന്നെന്ന് പറഞ്ഞാൽ അവർ മാറ്റും. അവർക്ക് എന്താ വേണ്ടത്? മറ്റേ സാധനം പറയൂ നികേഷ്, ചർച്ച.
ഇതും ഒരു തരം അഡിക്ഷൻ. അപ്പോഴാണ് മോനോ മോളോ എന്നിട്ട് അച്ഛാ അത് വെക്കാൻ പറ്റില്ല എന്നുകൊണ്ട് കമ്പ്യൂട്ടർ വെക്കുന്നത്. അപ്പോൾ പാരൻസ് ഒരു ഐഡിയയും അതെ ഹോളിൽ കമ്പ്യൂട്ടർ വെക്കണ്ട, കാരണം നമുക്കിത് നിൻ്റെ റൂമിൽ വെക്കാം. ഈ വൈകിട്ട് സന്ധ്യ നേരത്തെ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ കണ്ണു വെക്കും നിൻ്റെ പഠിപ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ നിന്നെ പഠിക്കാൻ സമ്മതിക്കില്ല ഹോളിൽ നിന്ന് ചെയ്യുമ്പോൾ. നിൻ്റെ റൂമിലാകുമ്പോൾ സൗകര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തനിക്ക് ആദ്യം കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള സ്വാതന്ത്ര്യം കുട്ടി മനസ്സിലാക്കുന്നില്ല. 9:45 കഴിഞ്ഞ് കുട്ടി വാതിലടച്ച് കിടക്കാൻ നോക്കും. കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ മൊബൈൽ ഇരിക്കുന്നുണ്ട്, മൊബൈൽ റേഞ്ച് കിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നുണ്ട്. ആ രാവിലെ വരെ കുട്ടി മൊബൈൽ തന്നെയായിരിക്കും. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര നേരം ചാറ്റ് ചെയ്യും ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു കുറച്ച് നേരം ചാറ്റ് ചെയ്യുള്ളൂ സാറേ, പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതല്ലേ ഉറക്കം തോന്നും. അപ്പം എത്ര നേരം ചോദിച്ചപ്പോൾ അധികമൊന്നുമില്ല, ഒരു 10 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയാണ് എല്ലാ ദിവസവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. ഇപ്പം നേരത്തെ പറഞ്ഞ രാഹുൽ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്ത്, കോവിഡിന് മുമ്പ് നമ്മളെ മൊബൈലൊന്നും എടുത്തു വെക്കാൻ ചീത്ത പറഞ്ഞു. കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മളെ മൊബൈൽ തിരിച്ചു വാങ്ങാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. കോവിഡുള്ള കാലത്ത് മാത്രമാണ് മൊബൈൽ എടുത്ത് പഠിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ കോളുകളും ഫ്രീ ആണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് ഏതെങ്കിലും ടീച്ചറുടെയോ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെയോ ഫോൺ വാങ്ങി നമ്മൾ വിളിച്ചറിയിക്കാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ മിനിമം സൗകര്യമുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക. കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണതിൽ തെറ്റില്ല. പരമാവധി തീർത്തും സ്വകാര്യത ഇല്ലാത്ത വീടിൻ്റെ ഹാളിൽ തന്നെ, ഡ്രോയിങ് റൂമിൽ തന്നെ കമ്പ്യൂട്ടർ കൊടുക്കണം. ഇപ്പോൾ നമ്മളിങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ഭയങ്കര ചൂടല്ലേ, നിവർത്തില്ല, അതെന്നെ കൊണ്ട് നിവർത്തില്ല, ഞാൻ നിർത്തണോ? നമ്മളിങ്ങനത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ നല്ല ഡ്രസ്സ് നോക്കിയിട്ട് പോകണം. നേരത്തെ ചെക്കൻ വന്നിട്ട് അമ്മ എടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളിത് 1 കിലോ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ടാണ് രാവിലെ കഴിഞ്ഞ് കല്യാണമൊക്കെ ഉള്ള ദിവസം എളുപ്പമല്ലേ ഞങ്ങൾ ആണുങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭർത്താവ് ഇങ്ങനെ ശരിയായെന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കണം. അപ്പോൾ ആ നേരത്താണ് കുട്ടി വന്ന് ശല്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ കാണാൻ നിൽക്കുമ്പോൾ, കൂട്ടുകാരെ കാണാൻ നിൽക്കുമ്പോഴാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് കൊണ്ടുവെക്കും എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ അങ്ങോട്ട് കുട്ടിക്ക് കൊടുക്കും. അതിൻ്റെ ചാർജ് തീരണവരെ ആ കുട്ടി അങ്ങനെ ഒരാളോട് ജീവിച്ചിരിപ്പുണ്ട് നമുക്കറിയില്ല. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോയി, അമൃത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകളാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു 2 വയസ്സുള്ള പയ്യൻ ഞങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താൽ ഞങ്ങളെ വർത്താനം പറയാൻ സമ്മതിക്കുന്നില്ല. ഈ IPL ഒക്കെ കാണുന്നവരുണ്ടോ? അതിൽ ക്രിക്കറ്റ് കാണുന്നവരുണ്ടോ? അറിയോ എങ്ങനെ അമ്പയർ 6 കാണിക്കുക? അതെയാ, അമ്പയർ ഇങ്ങനെ 6 കാണിക്കുക. എൻ്റെ മുടി ഇങ്ങനെയല്ലേ, അമ്പയർ 6 കാണിക്കണ മാതിരി എൻ്റെ മുടി. കാരണം വെച്ചാൽ ഇവൻ എന്ത് ചെയ്താൽ സംസാരിക്കാൻ സമ്മതിക്കില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇടി അവൻ എന്താ ആവശ്യമുണ്ട് അത് സാധിച്ചു കൊടുക്കൂ, അവനെ അത് അനുവദിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. ശരിയാ ചേട്ടാ, അവനെ കളിക്കാൻ വേണ്ടിയിട്ടാണ്, സമ്മതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഓടിപ്പോയി കളിക്കാനാണ്. സമ്മതിച്ചു കൊടുത്തപ്പോൾ അവൾ എന്ത് ചാർജിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് ആ കൊച്ചിന് കൊടുത്തു. ആ കൊച്ച് അതും കൊണ്ട് അവരുടെ ബെഡ്റൂമിൽ പോയി. നമ്മളപ്പോൾ ശ്രദ്ധിച്ചില്ല. 1 മണിക്കൂർ വർത്താനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മോനെവിടെ ചോദിച്ചപ്പോൾ സാറാ അല്ല ചേട്ടാ അവൻ അവിടെ ഉണ്ട്. ഞങ്ങൾ പോയിപ്പോൾ അവരുടെ ഇരുട്ടുള്ള ബെഡ്റൂമിൽ കട്ടിലിൻ്റെ അടിയിലിരുന്ന് ഭയങ്കര കളിയാണ്. ഞാൻ ചോദിച്ചു എന്തത്? അപ്പേ കുട്ടി IAS എടുത്ത പോലെ അവൾ പറയണേ, എൻ്റെ ചേട്ടാ അവൻ ടെമ്പിൾ റൺ കളിക്കാൻ കണ്ടാണ്ടല്ലോ, ഞാനൊക്കെ 1000 പോയിന്റ് ആകുമ്പോഴേക്കും ഔട്ടാവും, അവൻ ലക്ഷക്കണക്കിന് പോയിന്റ് വാങ്ങണമെന്ന്. പിന്നെ ആ പോയിന്റ് ഇട്ടിട്ട് വേണ്ട നമുക്ക് അരി വാങ്ങാൻ. ഞാൻ പറഞ്ഞു അവനേന്നാ ഫോൺ വാങ്ങ് എന്ന് പറഞ്ഞു. ശരിയാവില്ല, എന്തേ? ഫോൺ വാങ്ങിയ ആകാലമ്മാന്ന്. ഫോൺ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ചേട്ടൻ ഈ ഷെൽഫൊക്കെ നോക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ഷെൽഫ് തല്ലി പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവ് തൊണ്ടയിലെന്തോ തടഞ്ഞിട്ട് മോനെ ഇത്തിരി വെള്ളം എടുക്കുമെന്ന് പറഞ്ഞു. ഇവൻ ഫോണിൽ ഇന്ന് കളിക്കായിരുന്നു, ഇവൻ കേൾക്കാത്ത ഭാവമായിരുന്നു. അവസാനം ഫോൺ ഭർത്താവ് പിടിച്ചു വാങ്ങിയപ്പോൾ അവൻ ആ ഗ്ലാസ് എടുത്ത് ഒരു എറിഞ്ഞു. ആ കണ്ണാണതെന്ന് പറഞ്ഞു. നോക്കി വലിയ TV തകർന്നു. ഫോൺ വാങ്ങിയ പ്രശ്നം. ഞാൻ പറഞ്ഞു നീ അത് പറഞ്ഞു ശരിയാണ്, ഞാൻ ഫോൺ കൂടെ വാങ്ങിയെന്ന് പറഞ്ഞു. ഫോൺ വാങ്ങിയപ്പോൾ അവിടെ അവള് പറഞ്ഞു അരുൺ മാമ വന്നിട്ട് പോലീസാണ് കേട്ടോ. പിന്നെ ഈ ഫേസ് അല്ലേ, അപ്പോൾ പേടിയാവും കുട്ടികൾക്ക്. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ആളുകളൊക്കെ അരുൺ ചേട്ടനെ വിളിക്കട്ടോ ഭക്ഷണം കഴിച്ചു വന്നാൽ അപ്പോൾ പിള്ളേർ ഭക്ഷണം കഴിക്കും. അപ്പോൾ അരുൺ മാമ വന്നിട്ടാ പോലീസാണ് തല്ലും നിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടി അയാളെ പോട്ടാടാ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെയും കൊണ്ട് ഹാളിലേക്ക് വരാൻ പറഞ്ഞു. ഹാളിലേക്ക് വന്ന് അവനവിടെ സോഫയമേ പിടിച്ചിരുത്തി. അവനോട് കൈ കെട്ടിയിരിക്കാൻ പറയാൻ പറഞ്ഞു. കൈ കെട്ടുമ്പോൾ കുട്ടി കാലാട്ടും. അനക്കാതെ വെക്കാൻ പറയുമ്പോൾ കൈയാട്ടും, കയ്യും കാലും അനക്കാതെ വെക്കാൻ പറയുമ്പോൾ തലാട്ടും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ആൽക്കഹോളിസം പോലെ മദ്യപിച്ച് ആളുകൾക്ക് ആൽക്കഹോളിസം എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് എത്തുന്നത് പോലെ പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നോമോഫോബിയ. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു റേഞ്ചും ഉണ്ടാവില്ല,
പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ എടുത്ത് നോക്കി, അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. രാവിലെ തന്നെ കിടക്കപ്പായെന്ന് എനിച്ചിട്ട് എൻ്റെ ഫോണിന് അവൻ ലൈക്ക് ഇട്ടാ, അതൊക്കെയാണ് നോക്കുക. അനാവശ്യമായിട്ട് ഒരു ദിവസം 30 അതിലധികമോ തവണ മൊബൈൽ ഫോൺ നമ്മൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങളടക്കം, കുട്ടികളല്ല നിങ്ങളടക്കം നോമോഫോബിയ എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് വഴുതി വീണ് കഴിഞ്ഞു. ആ കുട്ടിക്ക് ആകെ 2 കാര്യത്തിന് അവന് വായ തുറക്കാൻ ഇഷ്ടമുള്ളൂ. ഒന്ന് മൊബൈൽ ഫോൺ താ, ഒന്ന് ഭക്ഷണം താ. ബാക്കി ആര് വന്നാലും ഈ കുട്ടികൾ വർത്താനം പറയില്ല. ലാസ്റ്റ് അവനെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അച്ഛനമ്മയാണ് തല്ലാനായിട്ട് കൈ വാങ്ങിയത്. നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ കുട്ടികൾ വളരെ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് ക്ഷോഭിക്കും. അപ്പോഴാണ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ ചീത്ത പറഞ്ഞത് 2ാം ക്ലാസ് വരെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വായിക്കുന്നത്. നമ്മളൊക്കെ എത്ര തോറ്റിട്ടാണ് ഇവിടെ എത്തിക്കണത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ആത്മഹത്യ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് ആവശ്യത്തിന് കൊടുക്കാം. ഞാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് ഏറ്റവും കൂടിയത്, അത് 2 നേരമായിട്ട് കൊടുത്താൽ അത്രയും നന്നായി. ഞാൻ പറഞ്ഞത് നമ്മളറിയാതെ, രക്ഷിതാക്കൾ അവരറിയാതെ 1ാം പ്രതികളാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ സമയമായി. പിന്നെ വെച്ചാലേ എന്നോട് അരമണിക്കൂറാണ് പറഞ്ഞത്, ഏതാണ്ടായി. ഒരു 2 കഥ കൂടി പറയട്ടെ. പറഞ്ഞു. അപ്പോഴേ ഒരിക്കൽ ഇതുമാതിരി ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പല സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണ പരിപാടിയുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു സ്കൂളിൽ, ഞാൻ സ്കൂളിൻ്റെ പേര് പറയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന സ്കൂളാണ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടു, സാറേ ഞങ്ങളുടെ സ്കൂളിൽ 10ൽ പഠിക്കുന്നൊരു പയ്യൻ സ്ഥിരമായിട്ട് അവൻ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. അവനെ വിളിച്ച് വാങ്ങിച്ചിട്ട് അവൻ നിർത്തുന്നില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂടെയുള്ള കുട്ടികളെ വരെ അവനത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ അവനെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് നിങ്ങളെ വിളിച്ചൊന്ന് അറിയിച്ചു. പക്ഷെ എന്താ വെച്ചാൽ അവരെ പാരൻസ് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല, നിങ്ങളൊന്നും സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പാരൻസ് ഞാൻ എൻ്റെ ചക്ക അങ്ങനെയല്ല, ഞങ്ങൾ അവനെ അങ്ങനെയല്ല വളർത്തിക്കണം എന്നൊക്കെ കുറേ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ നിർബന്ധിച്ചപ്പോഴാണ് വന്നത്. നിർബന്ധിച്ച് വരുമ്പോൾ ഈ കുട്ടിയുടെ ഹോബീസിൻ്റെ സ്റ്റാമ്പ് ആൽബമൊക്കെ ഇവർ കൈ പിടിച്ചിട്ടുണ്ട്. വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് യാതൊരു ദുശ്ശീലമില്ല, അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലല്ലേ ഡ്രഗ്സ് ഉപയോഗിക്കുള്ളൂ, അവനെ ഒരാളായിട്ട് കൂട്ടുകിട്ടില്ല, ചീത്ത വർത്താനില്ല, അവനാകെയുള്ള ഒരു ഹോബി ഈ സ്റ്റാമ്പ് കളക്ഷനാണ്. പല പല രാജ്യങ്ങളുടെ സ്റ്റാമ്പ് വാങ്ങും, അതിന് മാത്രം അവൻ കാശ് വാങ്ങുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളത് ചോദിക്കുന്നത് എനിക്കറിയാം സാറേ, അതുകൊണ്ട് ഞങ്ങൾ ഈ സ്റ്റാമ്പ് ആൽബം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ആൽബം തന്നു. ഞങ്ങളത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില പ്രത്യേക കളറുള്ള സ്റ്റാമ്പുകളുണ്ട്. അതിലൊരു സ്റ്റാമ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു. എന്താ അറിയോ? LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സ്റ്റാമ്പാണ്. പുതിയ കാല ഡ്രഗ്സിൻ്റെ രൂപമാണ്. ആ സ്റ്റാമ്പിൻ്റെ ചെറിയൊരു കഷ്ണം നാക്കിനടിയിൽ വെച്ച് ആ കുട്ടിക്ക് ഒരു ദിവസത്തിലധികം ലഹരി കിട്ടും. ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ ആ പാരൻസ് പറഞ്ഞു, ഈ സ്കൂളിലെ കൂട്ടുകെട്ടാണ് അവനെ ചീത്തയാക്കുന്നത്, ഞങ്ങളുടെ വളർത്തു ദോഷമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ പറയും, ഏതായാലും 10ാം ക്ലാസ്സാണ്, ഭാഗ്യത്തിന് അവൻ്റെ മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. കൗൺസിലിങ്ങിന് വിട്ടാൽ മതി, ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയില്ല. കാരണം എന്താ? എന്തു പറ്റിയേ? ആരറിഞ്ഞ? അല്ല ഒഴിയൂ. അവ ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. പിടിക്കല്ല, കുട്ടിക്ക് അറിയില്ല. ബൈക്കിൽ ഒരു റൗണ്ട് കൊണ്ടുപോയാൽ മതി. രാജേഷിന്റെ കുട്ടിയാ? ശരി, അത് കുഴപ്പമില്ല, ബൈക്കിൽ ഒരു റൗണ്ട് പോയാൽ മതി. അല്ല അപ്പൊ നമ്മൾ എവിടെ വരെ എത്തി നത്താലിയ? സ്റ്റാമ്പ്. ഞങ്ങൾ പറഞ്ഞേ പാവണം, പേടിക്കണ്ട, കരയിപ്പിക്കണ്ട. ആ ഒരു അതിന്റെ അറ്റത്ത് ഇനി നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് എപ്പ കരയും ചോദിച്ചാൽ മതി. വെയിലത്തുനിന്ന് മാറ്റിയിരുന്നു. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ തൽക്കാലത്തേക്ക് അവർക്ക് ബോധ്യപ്പെട്ടു കുട്ടി ഡ്രഗ്സ് സാറില്ല സാർ ശക്തിമാൻ ഞങ്ങളെ ബസ്സിലുണ്ടാവന്. അപ്പോഴേ ആ സാറില്ല മാറിക്കോളും, കുട്ടികൾ വെയിൽ വളട്ടെ. അതെന്താ അറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ലീഡറാക്കുള്ളൂ.
അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ്. അതല്ല, ഏറ്റവും കൂടുതൽ വർത്താനം പറയണ ലീഡറാക്കി ആ പ്രശ്നം തരുമല്ലോ. അതാണ് രാഹുലിൻ്റെ ഐഡിയ. അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങി ഓടി കളിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ പാരൻസിന് ബോധ്യമായി ഇയാൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് ഈ കുട്ടിന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം, കുട്ടിയുടെ ഭാവി പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ പാരൻസ് പറഞ്ഞു അത് ശരിയാവില്ല, എന്തേ, അത് ഞങ്ങളുടെ സ്റ്റാറ്റസിന് മോശമാണ്. കാരണം അയൽക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ ആകെ നാണക്കേടാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുന്ന അയൽക്കാരും ബന്ധുക്കളും. തറവാടിന് മോശമാണ്. നല്ല അടി കൊടുത്താൽ മതി സാർ. ഇനി മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, പരീക്ഷയ്ക്ക് കൊണ്ടുവന്നോളാം. ഇനി സ്കൂളിലേക്ക് വിടുന്ന പരിപാടിയിൽ ഈ സ്കൂളിൽ വന്നുകൊണ്ടാണ് അവൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. ഈ അച്ഛൻ ലീവ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഡ്രഗ് ഉപയോഗിച്ചിട്ട് ആ ഡ്രഗ് കിട്ടേണ്ട നേരം വരുമ്പോൾ അസ്വസ്ഥതകൾ വരും. ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. കുട്ടി വിറച്ചു തുടങ്ങും. ചിലവരുടെ വായന്ന് നൊരയും പതയും വരും. ചിലരുടെ മൂക്കിൽ നിന്ന് ചോര വരും. ഞങ്ങൾക്ക് ഈ സ്റ്റേഷനിലൊക്കെ വൈകുന്നേരം ഇതുപോലെ ആളുകളെ പിടിച്ചിട്ട് കഴിഞ്ഞാലേ അവർ ലഹരി ഇറങ്ങുമ്പോൾ അവരിങ്ങനെ വിറയ്ക്കുന്ന കാണാം. അപ്പോൾ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയവർ. ഇവനിങ്ങനെ വിറച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ചെറിയൊരു കഷ്ണം LSD സ്റ്റാമ്പ് തരുമോ വെച്ചാൽ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ, തൊണ്ടകൾ വലിയ കൊടുക്കണ്ട അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, വലിയൊരു വടിയെടുത്ത് നല്ല അടി കൊടുത്തു. നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി കൊടുത്തു. നിനക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു, ഒരു സാധനവും തരില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുട്ടി കരഞ്ഞു പോയി. വീണ്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടി വിറച്ചു തുടങ്ങി, വായന്ന് പറയുമ്പോൾ അധികം വന്നു തുടങ്ങി. ഇതൊക്കെ നിൻ്റെ ആക്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിച്ചു. ഓരോ തവണ അവൻ വിഡ്രോൾ സിംറ്റംസ് കാണിക്കുമ്പോഴും അവൻ കാല് പിടിച്ച് ചോദിക്കുമ്പോഴും ഡ്രഗ് തരുമെന്ന് കാല് പിടിച്ച് ചോദിക്കുമ്പോഴും അച്ഛൻ അവനെ നിർബാധം പ്രഹരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഈ ലഹരി വേണമെന്ന് അല്ലെങ്കിൽ ഈ വിഡ്രോൾ സിംറ്റംസ് പുറത്തേക്ക് കാണിക്കാനോ പേടിയായി തുടങ്ങി. എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് കഴിയാണെങ്കിൽ അപ്പച്ചൻ വടി എടുത്തടിക്കും. അടിയെന്ന് പറഞ്ഞാൽ നിർത്താതെയുള്ള അടിയാണ്. കുട്ടി നിർവികാര പരപരമായിട്ട് ഇങ്ങനെ ഇരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ കണ്ടാ ഇവനൊരു കുഴപ്പമില്ല, കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല, ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. നല്ല അടി കൊടുത്തപ്പോൾ അവൻ നേരെയായി. വെറുതെ ലീവ് എടുത്തു. ലീവ് കാണിച്ചിട്ട് അച്ഛൻ ജോലിക്ക് പോയി. അപ്പം അമ്മ എന്ത് ചെയ്തു, അച്ഛൻ ജോലിക്ക് പോകണ നേരമായപ്പോൾ അമ്മയ്ക്ക് എത്രയായാലും അമ്മമാരല്ലേ, കൊച്ചിനെ തല്ലുമ്പോൾ നമുക്ക് മീശ വന്നാലും നമ്മുടെ മുടി നരച്ചാലും അമ്മമാർക്ക് അവരെപ്പോഴും ചെറിയ കുട്ടികളാണ് അല്ലേ. അപ്പോൾ അച്ഛൻ പോയപ്പോൾ മോനെ ആശ്വസിപ്പിച്ചു. മോനെ നല്ലതിന് വേണ്ടിയിട്ടല്ല അച്ഛൻ തല്ലുന്നത്, മോനത് നോക്കണ്ട, ഇനി ദുശീലങ്ങളിലേക്കൊന്നും പോകണ്ട. അച്ഛൻ പോയപ്പോൾ മോന് ഇഷ്ടപ്പെട്ട കറികൾ വെച്ച് മോന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി അമ്മ തുണി തോരയുടെ മുകളിലേക്ക് പോയി. അമ്മ മുകളിലേക്ക് കയറുമ്പോൾ കോണിയുടെ സൈഡിൽ കൂടെ മോൻ്റെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ കൊച്ചിരുന്ന് പഠിക്കുക. വീടിൻ്റെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. മേശയുണ്ട്, ജോമെട്രി ബോക്സ് തുറന്നിരിക്കുന്നുണ്ട്, അപ്പുറത്ത് കോമ്പസ് ഉണ്ട്, പ്രൊട്രാക്ടർ ഉണ്ട്, മറ്റേ വൈറ്റ്നറില്ലേ മായ്ക്കണത് വൈറ്റ്നർ ഇരിക്കുന്നുണ്ട്. പിന്നെ തലേദിവസം കറണ്ട് പോയപ്പോൾ കത്തിച്ച മെഴുകുതിരി ഇരിക്കുന്നുണ്ട്, തീപ്പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, കുട്ടി പഠിച്ചു തുടങ്ങി, നല്ല ബുദ്ധി തോന്നു തുടങ്ങി. ആശ്വാസത്തിൽ അമ്മ മുകളിലേക്ക് പോയി തുണിയൊക്കെ തോരയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ കിടക്കുക, ബെഡിൽ കിടക്കുക, പഠിച്ച് ക്ഷീണിച്ച് കിടക്കും. സമാധാനമായിട്ട് അവൻ ഉറങ്ങിക്കോട്ടെ, അച്ഛനില്ലല്ലോ, സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. അമ്മ പോയി കുളിച്ച് ഫ്രഷായി വന്ന് ഇവനെ തട്ടി വിളിച്ചു, മോനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ അവനെ എണീക്കുന്നില്ല. അമ്മയ്ക്ക് പന്തികേട് തോന്നി, വീണ്ടും തട്ടി വിളിച്ചു, എണീക്കുന്നില്ല. നോക്കിയപ്പോൾ എന്താ വായന്നെന്തോന്ന് ഒരയും പതിയും വന്നിട്ടുണ്ട്. അമ്മ ബഹളം വെച്ചു. അപ്പുറത്തെ വെളിത്തെ നേഴ്സ് ചേച്ചി ഓടി ഒന്ന് പൾസ് പിടിച്ചു നോക്കിയപ്പോൾ പൾസ് ഡൗൺ ആണ്. വേഗം കൊണ്ട് ആശുപത്രി പോയി. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 1.5 മണിക്കൂർ മുമ്പ് കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. സംഭവം എന്താണെന്നറിയോ, ഇവന് ഡ്രഗ്സ് കിട്ടാതെ വന്നപ്പോൾ ഇവന് അതിനെ മറികടക്കാനായിട്ടേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ സ്റ്റേഷനിലൊക്കെ പിടിച്ചുകൊണ്ടിരുമ്പോൾ അവർക്ക് ഡ്രഗ് നമ്മളോട് കാല് പിടിച്ച് ചോദിക്കും, ലഹരി ചോദിക്കും, നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ, കൊടുക്കൂല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ഒരു വിറയിലും ആ ഇറിറ്റേഷൻ മറികടക്കാൻ വേണ്ടി തലയിടിക്കും. ചിലർ സ്വയം മുറിവേൽപ്പിക്കും. അപ്പോൾ ഇവന് ഇതിനെ മറികടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവ എന്ത് ചെയ്തു, മെഴുകുതിരിയിൽ നമ്മുടെ തോർത്തുമുണ്ട് നനച്ചിട്ട് അതിൽ വൈറ്റ്നർ തേച്ചിട്ട് മെഴുകുതിരിയിൽ ചൂടാക്കിയിട്ട് മൂക്കിൽ വെച്ച് വലിച്ചു. ആ വലിയ അസ്ഥാനത്തായപ്പോൾ കുട്ടി മരിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നാണക്കേടൊന്നും നോക്കരുത്. കുട്ടിയുടെ ജീവനാണ്, ഭാവിയാണ് നമ്മൾ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവരെ അർഹമായിട്ടുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കണം. ഒപ്പം തന്നെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ കുട്ടികൾ പറയും എൻ്റെ പ്രൈവസി, എൻ്റെ സ്വകാര്യത, ഇതിൽ ഇടപെടരുതെന്ന് പറയും. നമ്മൾ നിർബന്ധമായിട്ട് അവരെ ബാഗ് ചെക്ക് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ ഇത് എന്താടാ തപസ്സാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. 1/2 മണിക്കൂറൊക്കെ ബാത്റൂമിലിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടി എപ്പോഴും വാതിലടച്ചിട്ട് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂട്ടുകൂടി നടക്കുന്നുണ്ടായിരുന്ന കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വിശപ്പില്ലായ്മ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടൽ, ഇങ്ങനെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപരിചിതരായിട്ട് കൂട്ടുകൂടി കുട്ടികൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മളുടെ സെക്യൂരിറ്റി സ്റ്റാർട്ട് ഫ്രം അവർ ഹോം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. നമ്മൾ പറയും അവന് ഒരുപാട് സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു എന്നിട്ട് അവൻ വഴിതെറ്റിയെന്ന് പറയും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അച്ഛനും പോലീസുകാരനായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ അവിടെ സർവ്വപ്രതാപിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ആരെന്ത് കുറുമ്പ് കാണിച്ചാലും ആ വഴിയിലൊരു പറയും എൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചാൽ എല്ലാ കുട്ടികളും നിശബ്ദരാവും. ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു അച്ഛനെ, ഭയങ്കര ബഹുമാനം. അപ്പം എൻ്റെ അച്ഛനൊരാളെയും പേടിയില്ല, എല്ലാവരുടെ മുന്നിലും നെഞ്ചു വെച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വകയിലുള്ള ഒരു അമ്മാവൻ വരും. ഈ അമ്മാവൻ വന്നു കഴിഞ്ഞാൽ ഇത്ര നെഞ്ചു വെച്ച് നിൽക്കുന്ന അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ ചേട്ടാ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എൻ്റെ അച്ഛൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അമ്മാവനോട് ബഹുമാനം തോന്നി. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗൾഫിലൊക്കെ പോയി നല്ല വിദ്യാഭ്യാസമുണ്ട്, വലിയ ഉയർന്ന ജോലിയൊക്കെ വാങ്ങിയുള്ള ഒരു അമ്മാവനാണ്. അപ്പോൾ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ആ അമ്മാവനെ പോലെ ആവണട്ടാ, നന്നായി പഠിക്കണട്ടാ, നല്ല ജോലി വാങ്ങണട്ടാ, ശരിയാവാം അമ്മേ എന്ന് നമ്മളും പറയും. അപ്പം അമ്മാവൻ വന്നിട്ട് ഒരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് അവരുടെ കൂടെ വന്നേ, ഞാൻ ചെല്ലും. ഞാൻ ചെന്നിട്ട് പോയി, നിനക്ക് ആരാവൻ ആഗ്രഹം? എന്ത് ചോദ്യം അമ്മാവ, എനിക്ക് അമ്മാവനെ പോലുള്ള ഒരാളാവാനാണ് ആഗ്രഹം. ഓ വെരി ഗുഡ്, തോളത്ത് തട്ടും, വലിച്ചു. അപ്പം അച്ഛൻ ചേട്ടാ ഞാൻ വലിക്കില്ല, നല്ലൊരു പഫ് ചോദിച്ചാൽ അതിൽ നിന്നൊരു പഫ് വാങ്ങി വലിക്കും. അപ്പോഴേക്കും അമ്മ അകത്തുനിന്ന് ഇതേ ഊണ് കാലായിട്ടാന്ന് പറയും. ഇതങ്ങോട്ട് ഇട്ടിട്ട് ചവിട്ടിയിട്ട് അവരകത്തേക്ക് പോകും. ഇവരകത്തേക്ക് പോകാൻ കാത്തിക്കാവും ഞാൻ, അയാളുടെ പ്രായക്കുള്ളൂ ഞാൻ. പതുക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതങ്ങോട്ട് എടുക്കുമ്പോൾ അകത്തേക്ക് പോയ അമ്മ കളഞ്ഞടാ ഇത് വലിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ, നേരത്തെ വലിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ, കളയത് പൊട്ടയാണത്. അപ്പം അച്ഛൻ അത് പൊട്ടയാ മോശമാണ് ചീത്ത പറഞ്ഞു, ഇനി അത് കൈകൊണ്ട് തൊട്ട അടിയാണ് നിനക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ തവണ തൊടുമ്പോൾ ചീത്ത പറഞ്ഞപ്പം പിന്നെ അത് തൊടാണ്ടായി. അതങ്ങനെ കഴിഞ്ഞു. ഞാൻ പ്രീ ഡിഗ്രിക്ക് കേരള ഓർമ്മയിലായിരുന്നു പഠിച്ചിരുന്നത്. ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രിയാണ്, ഊട്ടിയില്ലേ അറിയോ. അപ്പം ഞങ്ങൾ പഠിക്കാൻ മിടുക്കരും കഴിവുള്ള പിള്ളേരായ കാരണം ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഈ ഊട്ടിയിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 9 പേരെ ഒരു ഗ്യാങ്ങാണ്. ഈ 9 പേരെ ഗ്യാങ്ങിൽ ബാക്കി 8 പേര് അത്യാവശ്യം സിഗരറ്റ് വലിക്കും. അവരോട് ഞാൻ അപ്പം ഇന്ന് തിയേറ്റർ പറഞ്ഞ കാര്യം അന്ന് ഉപദേശിച്ചു, എന്ത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഈ സാധനം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവർ കൂട്ടാക്കില്ല. ഈ 8 പേര് നിർബന്ധിച്ചപ്പോൾ ഞാനും കുറച്ചത് വലിച്ചു തുടങ്ങി. അവർ പറഞ്ഞു ആണുങ്ങളായ സിഗരറ്റ് വലിക്കണം, നീ പ്രീ ഡിഗ്രി ആയില്ലേ, നീ എന്തിനാ സിഗരറ്റ് വലിക്കാണ്ടിരിക്കുന്നത്, സിഗരറ്റ് വലിക്ക്, നാണക്കേട്. നമ്മൾ 9 പേര്, നീ മാത്രമേ അത് വലിക്കാത്തുള്ളൂ. അങ്ങനെ ഏറെ നിർബന്ധിച്ചപ്പോൾ ഞാൻ വലിച്ചു തുടങ്ങി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രിക്ക് ചിലവർ പഠിപ്പധികാരം തോന്നിയപ്പോൾ നിർത്തി പണിക്ക് പോയി തുടങ്ങി, ചിലവർ സപ്ലികൾ എഴുതാൻ തുടങ്ങി, ചിലവർ ബാംഗ്ലൂർ പോയി. ഞാൻ ഗവൺമെൻറ് കോളേജ് കുട്ടനാട്ടിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടി അങ്ങോട്ട് പോയി. എല്ലാവരും പിരിഞ്ഞു. അന്ന് ഈ വാട്സപ്പൊന്നുമില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം എന്ന് തോന്നി. അങ്ങനെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത് ഞാനാണ്. ഞങ്ങൾ ഒരുമിച്ച്, ലാസ്റ്റ് കഥയാണ് പേടിക്കണ്ട, ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. ഒരുമിച്ച് കൂടി. അപ്പോൾ എനിക്കറിയാം ഓരോരുത്തർ, ജസ്റ്റിൻ എത്ര വലിക്കും, തോമസ് എത്ര വലിക്കും, രാഹുൽ, നിങ്ങളല്ല എൻ്റെ കൂട്ടുകാരൻ രാഹുൽ എത്ര വലിക്കും ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരു 5-6 പാക്കറ്റ് സിഗരറ്റ് വാങ്ങി. ഞാനപ്പോഴേക്കും ദൈവം സഹായിച്ച് ബെസ്റ്റ് തീവണ്ടിയായി, നല്ല വലിയായി, അന്തസ് മറ്റേ ടോവിനോൻ്റെ പോലെയായി, ഓട്ട് കമ്പനിയായി. അവൻ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരെണ്ണടുത്ത് കത്തിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിൻ ഞാൻ നിർത്തിയിട്ടാ, ഇത് പൊട്ടയാണ്. അപ്പോൾ രാഹുൽ അത് പൊട്ടയാ, നിനക്ക് അറിഞ്ഞോളൂ, നീ വലിക്കണം, എന്തിനു പറയണോ. ഈ 8 പേരും നിർത്തി, ഞാൻ മാത്രം ബെസ്റ്റ് വലിക്കാരനായി. അന്ന് അവരോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ ആ സാധനം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഒരു 2 കൊല്ലം എൻ്റെ കൗമാരത്തിൽ നിന്ന് 19-18 വയസ്സിലേക്ക് എത്തുന്ന 2 കൊല്ലം ഞാൻ ഉപയോഗിച്ചു. അന്ന് നിങ്ങൾ കാരണം ഞാനിത് തുടങ്ങിയത്, ഇത് ഞാൻ അവസാനിപ്പിക്കണം, എന്നെ പൊട്ടാക്കിയിട്ട് നിങ്ങൾ നല്ലവരായില്ലെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞ് ഞാനത് വലിച്ചെറിഞ്ഞു. പിന്നീട് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞത് എന്നെ സ്വയം പൊക്കി പറയുന്നതല്ല, എൻ്റെ ചോദ്യം വേറെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് വലിക്കാരനായത്? കൂട്ടുകെട്ട്, മോശം കൂട്ടുകെട്ട്. മോൾക്ക് എന്താ തോന്നുക, പോണെന്നാണോ അതോ ഇൻഫ്ലുവൻസ്? ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അമ്മയ്ക്ക് എന്താ തോന്നണേ? കൂട്ടുകെട്ട്. ചേട്ടനോ? അതെ, നിങ്ങളുടെ മുഖ്യ സംഘാടകനും ഇതിൻ്റെ എല്ലാമായിട്ടുള്ള രാഹുൽ ചേട്ടനോട് ചോദിക്കട്ടെ, രാഹുലിന് എന്താ തോന്നണേ? കൂട്ടുകെട്ടാണല്ലേ? അല്ലേ കൂട്ടുകെട്ടല്ലേ? ഞാൻ പറയല്ല. എൻ്റെ താഴെയുള്ള കുട്ടിയെ 1-ലായിട്ടുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ ഞാൻ ചെവിയിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയെടുക്കും. എൻ്റെ താഴെയുള്ള കുട്ടി അവൻ്റെ കളിപ്പാട്ട ഫോൺ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും എഴുതണം. അപ്പോൾ വേറെ എവിടേക്ക് പോകണ്ട, അത് നിങ്ങൾ തന്നെയാന്ന് പറയും ഭാര്യ. നമ്മൾ വീട്ടിൽ എന്ത് ഭാഷ ഉപയോഗിക്കുന്നു അതാണ് നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുക, പുറത്ത് ഉപയോഗിക്കുക. നല്ല വാക്കാണ് നമ്മൾ വീട്ടിൽ പറയുന്നതെങ്കിൽ പുറത്ത് നല്ല വാക്ക് പറയും. ചെറുപ്പത്തിൽ ആരെങ്കിലും നമ്മളെ കാര്യമായിട്ട് ഉപദ്രവിച്ചാൽ നമ്മളെ അവസാനത്തെ വാക്ക് എന്താ? എൻ്റെ അച്ഛനമ്മയും വരച്ചേട്ടാ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. കാരണം ഒരു കുട്ടിയുടെ അവൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ നായകൻ അവൻ്റെ അച്ഛനും ആദ്യത്തെ ജീവിതത്തിൽ നായിക അവൻ്റെ അമ്മയുമാണ്, ബന്ധുമിത്രാദികളാണ്.
അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളുടെ മുന്നിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹീറോ ആയിട്ടുള്ള അച്ഛൻ, അവരുടെ ഹീറോ ആയിട്ടുള്ള അമ്മ, അവരുടെ ഹീറോ ആയിട്ടുള്ള അമ്മാവൻ അവർ സിഗരറ്റ് വലിക്കുന്നു. ചെറുപ്പത്തിൽ അമ്മാവനെ പോലെ ആവണമെന്ന് ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്നറിയോ, ഈ സാധനം വലിച്ചുകൊണ്ടാണ് അമ്മാവൻ വലിയ ആളായെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ തുമ്മലിക്കാണ് ചിന്ത. അതാണ് അവർ വലിച്ചപ്പോൾ ഞാൻ എടുക്കാൻ പോയത്. ഞാൻ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ പരമാവധി ലഹരി ഉപയോഗിക്കരുത്. നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് തീർത്തും ഉപയോഗിക്കരുത്. കാരണം അവർ നിങ്ങളെ കണ്ടുപിടിക്കുന്നവരാണ്. നിങ്ങളാണ് അവർക്ക് മാതൃകയാവേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്നും പഠിപ്പിക്കുമ്പോഴാണ്. ഏറ്റവും ചെറിയ സമൂഹം നമ്മുടെ കുടുംബമാണ്. ആ ചെറിയ സമൂഹത്തിൽ നിന്ന് നന്നായാലേ പൊതുസമൂഹത്തിൽ അവർ നന്നായി വർത്തിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സുദിനത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ശ്രീനാരായണ ഭക്തസമാജത്തിലെ ഓരോ അംഗത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, പലരുടെ പേര് എനിക്കറിയില്ല, അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് വഴിയൊരുക്കിയ നിങ്ങളുടെ യുവരാജാവായിട്ടുള്ള രാഹുലിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.